പ്രാർത്ഥനയുടെ പ്രാരംഭ സമയങ്ങളിൽ തന്നെ നിങ്ങളെ ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് തന്ന അവസരത്തിനായി ഞാൻ പരിശുദ്ധാത്മാവിന് നന്ദിയോടെ ദൈവനാമത്തെ ഉയർത്തുകയാണ്. കർത്താവിൻ്റെ അഭിഷക്തൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ബിനയ് പാസ്റ്റർക്കായി, തൻ്റെ കുടുംബത്തിനായി കർത്താവിൻ്റെ ദാസി, തന്നോട് കൂടെ നിൽക്കുന്ന കർത്തൃദാസൻ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ ഇന്ന് പകൽ അറിയിക്കുന്നു. നമ്മളായിരിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിലാകയാൽ ഒരിക്കലും നമ്മളിരിക്കുന്നത് വൃഥാവായി പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. എന്തൊക്കെയാണോ കർത്താവിന് നമ്മുടെ മേൽ ചെയ്യാനുള്ളത് അതൊക്കെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ അഭിഷക്തനെ ഓർപ്പിച്ചതുപോലെ പാത്രം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എണ്ണ നിന്നുപോയി. എണ്ണയ്ക്ക് കുറവൊന്നുമില്ല, പക്ഷേ പാത്രം ഇല്ലാതെ വരുമ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിൽക്കും. അതുകൊണ്ട് പാത്രത്തിൻ്റെ അളവിനനുസരിച്ചാണ്, പാത്രത്തിൻ്റെ ഒരുക്കത്തിനനുസരിച്ചാണ് എണ്ണയുടെ പകർച്ചയുള്ളത്. ആ നിലയിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. നമ്മുടെ സഭകളിലൊക്കെ ഉപവാസ പ്രാർത്ഥനകളൊന്നൊരു പുത്തരിയല്ല. അടുത്ത ഞായറാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ 21 ദിവസത്തിലേക്ക് പ്രാർത്ഥനയിൽ പോവുകയാണ്, അല്ലെങ്കിൽ ആയിരിക്കുകയാണ് സഭയായിട്ട്. അപ്പം നമുക്ക് ഈ ഉപവാസ പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ അതൊരു സ്ഥിരം ചെയ്തു വരുന്ന കാര്യമായതുകൊണ്ട് അതിൻ്റെ വിശേഷതയും അതിൻ്റെ മാറ്റും മാധുര്യവും പലപ്പോഴും കുറഞ്ഞു പോകുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു സഭയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു സഹോദരനോട് ചോദിച്ചു, പാസ്റ്ററുടെ ചർച്ചിൽ കത്രുമേശ ലോർഡ് സപ്പർ എങ്ങനെയാണ്, എല്ലാ ആഴ്ചയിലും ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല. പിന്നെ എപ്പോഴാണ് കത്രുമേശ? ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് എനിക്കൊരു നടത്തിപ്പ് തരുമ്പോൾ കത്രുമേശ ഞാൻ നടത്തും. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ അങ്ങനെയല്ല, എല്ലാ ഞായറാഴ്ചയും ഞങ്ങളുടെ ചർച്ചിൽ കത്രുമേശയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു തമാശയായിട്ട് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനോടുള്ള ഒരു ഭയം, അല്ലെങ്കിൽ അതിനോടുള്ളൊരു ആത്മാർത്ഥത ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാ ആഴ്ചയിലും കത്രിമേശ എടുക്കുന്ന തെറ്റില്ല, കൂടി വരുമ്പോഴൊക്കെ എടുക്കണം. പക്ഷെ സ്ഥിരം ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു പ്രാധാന്യത കുറയാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അവരോട് ശരിയാ പാസ്റ്റേ, എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പാസ്റ്റർ കാൽവറിയിലേക്ക് പോകാമെന്ന് പറയും. അത് പറയുന്നത് ഒരു 12 മണി കഴിയുമ്പോഴൊക്കെയാണ്. കത്രിമേശ നമുക്ക് ക്രൂശിലേക്ക് പോകാമെന്ന് പറയും. ഞങ്ങൾ വിശന്നൊരു പരുവായിരിക്കുമ്പോൾ ഞങ്ങൾ കാൽവറിയിലേക്കല്ല പോകുന്നത്, ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാനുള്ള, വീട്ടിൽ ചെന്ന് ഉച്ചയ്ക്ക് ചാപ്പാട് കഴിക്കാനുള്ള ആ ഒരു വെപ്രാളത്തിലാണ്. പാസ്റ്റർ അവിടെ നിന്ന് കാൽവറിയുടെ വെളിപ്പാട് പിടിക്കാം, ക്രൂശിൻ്റെ വെളിപ്പാട് പിടിക്കാം, 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ യേശു തകർക്കപ്പെട്ടതൊക്കെ നമുക്ക് ഓർക്കാമെന്ന് പറയുമ്പോൾ ഞങ്ങളതൊന്നല്ല ഓർക്കുന്നത്. രാവിലെ അവിടെ ഒരുക്കി വച്ചിരിക്കുന്ന ബീഫും ബിരിയാണിയും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഓർത്തുകൊണ്ട് ഇരിക്കുന്നത്. പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ ചിന്ത. നിങ്ങൾ മലയാളം മറന്നുപോയോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ മലയാളികളായിരുന്നെല്ലാം. ഇപ്പോൾ വേറെ ഭാഷക്കാരാണെന്ന് തോന്നുന്നു. ആരല്ല ചിരിക്കുന്നുണ്ട്, എൻ്റെ കണ്ണങ്ങോട്ട് പിടിക്കുന്നില്ല. സ്തോത്രം, കർത്താവ് സഹായിക്കുമാറാകട്ടെ. പറഞ്ഞതിൻ്റെ താല്പര്യം മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം സ്ഥിരം ഒരു കാര്യം ചെയ്തു വരുമ്പോൾ അതിൻ്റെ പ്രാധാന്യത പലപ്പോഴും കുറയാറുണ്ട്. ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് ദൈവദാസന്മാർ, കൃപാവരപ്രാപ്തരായ ദൈവദാസന്മാർ വരും, അവരുടെ ശുശ്രൂഷ നമ്മൾ അനുഭവിക്കും. കുറച്ച് കാര്യങ്ങൾ ഹൃദയത്തിനകത്തോട്ട് നമ്മളിടും. 3/4% കാര്യങ്ങൾ പേപ്പറിനകത്ത് നമ്മൾ കുറിക്കും. കുറച്ച് നമ്മുടെ ഹൃദയത്തിലും കൂടുതലും പേപ്പറിൽ നമ്മൾ കുറിക്കും. നിങ്ങൾ പേപ്പറുമായിട്ടൊക്കെ ഇരിക്കുന്ന ആരും മാറ്റണ്ട കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ഇരിക്കും. സ്തോത്രം. അങ്ങനെ നമ്മൾ പ്രസംഗമൊക്കെ കേട്ട് ദൂതൊക്കെ കേട്ട് ഇങ്ങനെ ആത്മാവിൽ സന്തോഷിച്ച് ബലപ്പെട്ട് ഒരു പ്രത്യേക തലത്തിൽ 21 ദിവസം പല കാര്യങ്ങളും കർത്താവിനോടൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരു ശൈലിയാണ്. എന്നാൽ എന്തെങ്കിലുമൊക്കെ ഇന്ന് കർത്താവിൻ്റെ ദാസന് ദൈവശബ്ദമായി ദൈവം കൊടുത്തതുപോലെ ആ ഒരു പുതിയ എണ്ണ പരിശുദ്ധാത്മാവിന് മാറ്റമൊന്നുമില്ല, പരിശുദ്ധാത്മാവ് ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ പുതിയ എണ്ണ എന്ന് പറയുമ്പോൾ പഴയതുകൊണ്ട് ഇന്ന് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഈ തലമുറയിൽ നിൽക്കാൻ പുതിയ ഒരു കൃപ ആവശ്യമാണ്, പുതിയ ഒരു അഭിഷേകം ആവശ്യമാണ്. 2025 കൊണ്ട് 2026 നമുക്ക് നേരിടാൻ കഴിയത്തില്ല.
ആ ഒരു മേഖലയിലേക്ക് കർത്താവെ പുതിയത് എൻ്റെ പേരൊന്ന് പകരണമേ എന്നുള്ളൊരു കാത്തിരിപ്പും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ അത് വളരെ ശക്തമായി വ്യക്തമായി വെളിപ്പെടുത്തുവാൻ ശക്തനാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതിലേക്ക് കർത്താവ് നമ്മൾ ഈ ദിവസങ്ങൾ ഒരുക്കട്ടെ. നമ്മളൊരു മെസ്സേജ് കേട്ട് പ്രസംഗം കേട്ട് പോകുന്ന ഒരു ശൈലി നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിൽ നിന്ന് മാറിയിട്ട് സ്തോത്രം നമ്മളിൽ ഒരു വലിയ ദൈവിക ഇടപെടലുണ്ടാകുവാനായിട്ട് വളരെ ആഴത്തിലുള്ള ഒരു ദൈവിക സ്പർശനം നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന വീട്ടിലാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരപ്പൻ്റെ മകനായിട്ടാണ് യാക്കോബ് ജനിച്ചതെങ്കിലും ദൈവിക സ്പർശനമുണ്ടായപ്പോഴാണ് നടപ്പ് മാറിയത്. അവൻ നടപ്പിന് വ്യത്യാസം വന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അവൻ്റെ തുടയുടെ തടത്തെ പരിശുദ്ധാത്മാവ് തൊട്ടെന്നാണ് വായിക്കുന്നത്. അവൻ പിന്നെ അവൻ ഉളുക്കുള്ളവനായി നടന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ നടപ്പിന് വേഗത കുറഞ്ഞു. സ്തോത്രം. കാര്യം ഒത്തിരി വേഗതയുള്ളവനായിരുന്നു. പെട്ടെന്ന് അനുഗ്രഹം പ്രാപിക്കാൻ, പെട്ടെന്ന് അനുഗ്രഹത്തിൻ്റെ കുറുക്കുവഴി തേടാൻ. യാക്കോബിൻ്റെ ചരിത്രമൊക്കെ ഭയങ്കരമാണ്. അങ്ങനെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കുറുക്കുവഴി, ഫാസ്റ്റായിട്ട് സഹോദരൻ്റെ അനുഗ്രഹം, ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പലതും നേടിയെടുക്കുവാനായിട്ട് ആഗ്രഹിച്ച ഈ മനുഷ്യൻ്റെ പല വേഗതകളും തന്നെ ബാധിച്ചെന്ന് സ്വർഗം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, മോനെ, ആ വേഗതയാണ് നിൻ്റെ ലൈഫിനെ ഇതുവരെ തകർത്തത്. അതുകൊണ്ട് എനിക്ക് ഇനി ആ വേഗതയൊന്ന് തൊടാനുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നീ ഇനി പതുക്കെ ഒന്ന് നടന്നാൽ മതി. പതുക്കെ ഞാൻ നിനക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ലൈഫിനകത്തൊരു ദൈവപ്രവൃത്തിയെ തടയുന്ന മേഖലകൾ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ ഈ ദിവസങ്ങളിൽ ആഴമായൊരു ദൈവിക സ്പർശനമുണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമാക്കി കർത്താവ് മാറ്റുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ശാന്തമായി പരിശുദ്ധാത്മാവ് തന്ന ഒരു ദൈവശബ്ദം, ഒത്തിരി പരിചിതമായ ദൈവശബ്ദം. ഒരുപക്ഷെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, സ്തോത്രം, ഇത്ര ലളിതമായ ഒരു കാര്യമാണോ പാസ് പ്രസംഗിക്കാൻ പോകുന്നത് നിങ്ങൾ ചിന്തിക്കും. എന്നാൽ അത് പറയാനാണ് കർത്താവിൻ്റെ അകത്ത് വലിയ നിയോഗം നൽകിയത്. എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഒരു ധാരണയും അല്ലെങ്കിൽ ശുശ്രൂഷകൾ അനുഭവിച്ചിട്ടുള്ളത് വ്യക്തികളായതുകൊണ്ട് സ്തോത്രം, അതിൻ്റെ അല്ലെങ്കിൽ ശുശ്രൂഷയൊന്ന് പരിചയപ്പെടുത്തി പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് തന്ന ചില ദൂതുകൾ ഇന്ന് പകൽ പറഞ്ഞ് നമ്മൾ ആത്മാവിൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്കാണ് ഇന്ന് ഈ പകൽ കടന്നു വരുവാൻ ദൈവാത്മാവ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാത്രിയിൽ ചിലപ്പോൾ ഇത് തുടരാം നിയോഗമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർത്താവ് തരുന്ന നിയോഗത്തിൽ നമ്മൾ മുൻപോട്ട് പോകും. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, 2 Kings chapter 2:9. എല്ലാവരും ആ വാക്യം ശ്രദ്ധിക്കുമ്പോൾ വായിച്ചാട്ടെ. യെസ്. അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരേണം, ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. എല്ലാവരും ആ വചനം ഒന്ന് ഉറക്കെ ശബ്ദത്തിൽ ഒന്ന് വായിക്കാമോ? എല്ലാവരും. അവർ അക്കരെ ആമേൻ. സ്തോത്രം. വളരെ ശക്തമായി നമ്മൾ ദൈവസന്നിധിയിൽ ഈ ഒരു ദൈവശബ്ദം നമ്മളെ മേലൊന്ന് വ്യാപരിക്കാൻ വേണ്ടി പ്രാരംഭത്തിലൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശക്തമായ ചില തലവേദന ശക്തമായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ഇന്നലെ രാത്രിയിൽ ട്രിവാൻഡ്രത്തിനപ്പുറം കൺവെൻഷൻ കഴിഞ്ഞ് രാത്രി ലേറ്റായിട്ട് എത്തിയത് യാത്രയുടെ ബുദ്ധിമുട്ടായിരിക്കാം. എങ്കിലും ഇന്ന് ഈ പകൽ ഞാൻ ദൈവാത്മാവിൽ ശരണപ്പെടുന്നു. നിങ്ങൾ ആഗ്രഹത്തോടിരുന്നാൽ, പ്രാർത്ഥനയോടെ ആവശ്യബോധത്തോടെ ഇരുന്നാൽ കർത്താവ് ഇന്ന് പകൽ ശക്തമായിട്ട് എന്നെ നിങ്ങളുടെ നടുവിൽ ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നിമിഷം ആ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. കർത്താവെ, ഞങ്ങൾ ഇന്ന് പകൽ മുതൽ ഒരു ആത്മീക യുദ്ധത്തിലേക്ക് ഞങ്ങൾ കയറിയിരിക്കുകയാണ്. ദൈവം ഞങ്ങളെ ഒരു വലിയ നിയോഗത്തിലേക്ക് കയറ്റിയിരുത്തിയിരിക്കുകയാണ്. ഈ നിയോഗങ്ങൾ ഒരിക്കലും വൃഥാവല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. പരിശുദ്ധാത്മാവ് ഇവിടെ സംസാരിക്കപ്പെടുന്ന വചനം അതുപോലെ ഞങ്ങളുടെ ലൈഫിനകത്ത്, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ആഴമായി സ്പർശിക്കപ്പെടുന്ന പകലാക്കി, പകൽക്കാലങ്ങളാക്കി, രാത്രികാലങ്ങളാക്കി സ്വർഗം
മാറ്റേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിലുള്ള ഒരു വലിയ നിയോഗങ്ങൾ ഇന്ന് പകലിൽ ഇതിനകത്ത് കർത്താവ് കൈമാറുന്നതിനായി സ്തോത്രം. അസാധാരണ കാര്യങ്ങളെ കർത്താവ് ഇന്ന് പകൽ ഞങ്ങളുടെ നടുവിൽ ചെയ്യും. ഈ വചനത്തിൻ്റെ വാതിലുകളെ കർത്താവ് ഞങ്ങൾക്കായി തുറക്കണമേ. കർത്താവേ, ഇതിനകത്ത് കിടക്കുന്ന മർമ്മങ്ങളെ ദൈവം ഞങ്ങൾക്ക് കൂടി വെളിപ്പെടുത്തണമേ. അത് ഞങ്ങളുടെ ആത്മമനുഷ്യനിൽ വലിയൊരു ബലമായി, ഭാവി ജീവനായി, ശക്തിയായി, ദൈവസഭയ്ക്കൊരു വലിയ വഴിത്തിരിവാക്കി കർത്താവ് തീർക്കണമേ. ശരീരത്തെ, മനസ്സിനെ, ചിന്തകളെ അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്ന എല്ലാ ബലഹീനതകളെയും മാറ്റും. ആത്മാവിൽ ബലം നൽകും. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ഒത്തിരി പരിചിതമായ ദൈവവചനമാണ്. പക്ഷേ കുറച്ച് വ്യത്യസ്തമായിട്ട് ഇന്ന് പകൽ കർത്താവ് ഈ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. വലിയ ശബ്ദത്തിൻ്റെ അല്ലെങ്കിൽ വലിയ ശബ്ദം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉണർവിൻ്റെ തലമല്ല റാഫ ചർച്ച എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വിനയ് പാസ് പലപ്പോഴും എന്നോട് പറയും, ഇത്രയും ചാടി ബഹളം ഉണ്ടാക്കി എന്തിനാ പ്രസംഗിക്കുന്നത്, പെതുക്കെ പറ, നിങ്ങളുടെ ഇല്ലേ ആരോഗ്യം, സ്തോത്രം, നിങ്ങളുടെ ഇല്ലേ തൊണ്ടയെന്ന് വിനോയ് പാസ് അപ്പോൾ പലപ്പോഴും പല പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ എന്നാ ചെയ്യാൻ പറ്റും, ചിലരെയൊക്കെ ഇരിപ്പ് കാണുമ്പോൾ അറിയാതെ നമ്മൾ എന്നാ ചെയ്യും, തൊണ്ടയൊക്കെ എടുത്ത് പോകും. സ്തോത്രം. ചിലർ മയക്കത്തിലേക്കൊക്കെ പോകുമ്പോൾ ആ തൊണ്ടയുടെ ശബ്ദം അല്ലെങ്കിൽ ആ ശബ്ദത്തിൻ്റെ നിറവില്ലെങ്കിലും ഒന്ന് ഉണരട്ടെ എന്ന് ചിന്തിച്ച് അങ്ങനെ വികാരഭരിതരായി പോകുന്നതാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഇന്ന് പകൽ ശാന്തമായി ഞാൻ ദൈവവചനം പറയും. പക്ഷേ പരിശുദ്ധാത്മാവ് ശാന്തമായിട്ടല്ല പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പ്രവർത്തിക്കാൻ പോകുന്നത്. അസാധാരണമായ നിലയിൽ ദൈവാത്മാവ് നമ്മുടെ നടുവിൽ പ്രവർത്തിക്കാനായി പോകുകയാണ്. സ്തോത്രം. ഈ ഭാഗങ്ങൾ നമുക്ക് വളരെ സുപരിചിതമാണ്. ഏലീശയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, ഏലിയാവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഒക്കെ നമുക്ക് വളരെ സുപരിചിതമാകിയാൽ അതിനൊത്തിരി പശ്ചാത്തലങ്ങൾ കൊടുക്കാതെ ലളിതമായ ദൂതിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ സ്ഥിരം പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണിത്. കർത്താവേ, ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ഏലീശയുടെ മേൽ പകർന്നതുപോലെ അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ എന്ത് ചെയ്യണമേ, പകരണമേ. ഏലിയാവിൻ്റെ മേൽ വ്യാപരിക്കപ്പെട്ട അഭിഷേകത്തിൻ്റെ ഇരട്ടി അഭിഷേകം എൻ്റെ മേൽ വ്യാപരിക്കണമേ. എ ഡബിൾ പോർഷൻ അനോയിൻറ്റിങ് എന്നൊക്കെയുള്ള ടോപ്പിക്കിൽ ഞാൻ ഈ സബ്ജക്റ്റുകൾ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ചില ദിവസങ്ങളായി ദൈവാത്മാവ് എന്നോട് വളരെ ശക്തമായി ഇടപെട്ടപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിച്ചതല്ല അതിൻ്റെ വാസ്തവം, നമ്മൾ ചിന്തിച്ചതല്ല അതിൻ്റെ വാസ്തവം, അതിനപ്പുറമായൊരു വെളിപ്പാട് ഈ വചനത്തിനകത്തുണ്ടെന്ന് മനസ്സിലാക്കിയത്. ദൈവദാസന്മാരായി ഞങ്ങളൊക്കെ ഈ വചനമെടുത്ത് അതിശക്തമായ രീതിയിൽ ഇന്ന് പകൽ ഏലിയാവിൽ വ്യാപരിക്കപ്പെട്ട ആത്മാവിൻ്റെ ഇരട്ടി അഭിഷേകം നിൻ്റെ മേൽ വരാൻ പോകുകയാണ്. ആഗ്രഹിക്കുന്നവർക്ക് ഫ്രണ്ടിലോട്ടൊക്കെ വരാം എന്ന് പറഞ്ഞ് ഞാനൊക്കെ എത്രയോ പ്രാവശ്യം ആൾക്കാരെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് നിർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ ദൈവം ചിലതൊക്കെ ചെയ്യുമെന്ന് പറയുന്നത് പോലെ ദൈവം ചിലതൊക്കെ ചെയ്യും. എന്നാൽ എക്കാലവും ദൈവം അങ്ങനെ പ്രസംഗത്തിൻ്റെ പോഷത്വത്തിലൂടെ നമ്മളെ നടത്താൻ ആഗ്രഹിക്കത്തില്ല. ചില യാഥാർത്ഥ്യങ്ങളെ, ചില ബോധ്യങ്ങളെ സ്വർഗം നമുക്ക് ആഴമായി വെളിപ്പെടുത്തി തരും. അതിലേക്കാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് അല്പസമയങ്ങൾ സഞ്ചരിക്കാനായി കടന്നു പോകുന്നത്. ശ്രദ്ധിക്കുക. ഏലിയാവും ഏലിശ ഇവർ പ്രവാചകനും പ്രവാചക ശിഷ്യരുമായി യാത്ര ചെയ്യുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഈ തിരുവെഴുത്തിനകത്ത് കാണാൻ കഴിയുന്നത്. ഇവർ ഏകദേശം 6 വർഷം മുതൽ 10 വർഷം വരെ ഒരുമിച്ച് യാത്ര ചെയ്തു എന്ന് പല വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെ യാത്ര തുടർന്ന് മുൻപോട്ട് കടന്നു പോകുമ്പോൾ ഏലിയാവ് ചുഴലിക്കാറ്റിൽ എടുക്കപ്പെടുവാനുള്ള അല്ലെങ്കിൽ താൻ ശുശ്രൂഷ തികച്ച് എടുക്കപ്പെടുവാനുള്ള സമയം അടുത്തു എന്ന്, അതാണ് അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. അങ്ങനൊരു സമയം അടുത്തു എന്ന് താൻ ആത്മാവിൽ മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് ഇനി തനിക്ക് ചെയ്തു തീർക്കുവാനുള്ള ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ വേണ്ടി ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു എന്നും അവിടെ നിന്ന് ബഥേലിലേക്ക് പോയെന്നും അവിടെ നിന്ന് യെരിഹോവിലേക്ക് പോയെന്നും അവിടെ നിന്ന് യോർദാനിലേക്ക് പോയെന്നും യോർദാൻ്റെ ഇക്കര കടന്ന്
അക്കരയിലേക്ക് യോർദാൻ, അല്ലെങ്കിൽ അക്കരയിൽ നിന്ന് ഇക്കരയിലേക്ക് എന്തുമായിക്കോട്ടെ അവ പ്രവേശിച്ചു എന്നൊക്കെ നമ്മൾ ആ തിരുവെഴുത്തിനകത്ത് കാണുന്നുണ്ട്. അങ്ങനെ അക്കരെ കടന്ന ശേഷം അവ താൻ എടുക്കപ്പെടുവാനുള്ള ഏറ്റവും അമൂല്യമായ സമയങ്ങൾ അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഏലിയാവ് എലീശയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഞാൻ നിങ്ങൾ നിന്ന് എടുത്തു കൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ഏലിയാവ് എലീശയോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾ നിന്ന് എടുക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം, വാട്ട് ഐ ഷാൾ ഡു, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം. ശ്രദ്ധിച്ച് കേൾക്കണം. ഏലിയാവ് എടുക്കപ്പെടാനുള്ള സമയങ്ങൾ അടുത്തിരിക്കുന്നു എന്ന് ഏലിയാവിന് മനസ്സിലായതുപോലെ തൻ്റെ കൂടെ നടക്കുന്ന പ്രവാചക ശിഷ്യനായ എലീശയ്ക്കും മനസ്സിലായിട്ടുണ്ട്. തൻ്റെ യജമാനൻ ഏകദേശമൊക്കെ എടുക്കപ്പെടുവാൻ സമയമായി. കാരണം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്കൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ബേഥേലിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ പുറത്തു വന്നവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലയ്ക്കിൽ നിന്ന് എടുത്തു കൊള്ളുമെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ അതെ, ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ഏലിയാവ് എടുക്കപ്പെടാൻ പോകുന്നു എന്നുള്ള ആ ആത്മീക ബോധ്യം ഏലിയാവിന് കിട്ടുമ്പോൾ തന്നെ കൂടെ നടക്കുന്ന പ്രവാചക ശിഷ്യരും മനസ്സിലായി, എൻ്റെ യജമാനൻ എടുക്കപ്പെടുവാൻ സമയമായെന്ന്. ഒരു കാര്യം ഞാൻ പ്രാരംഭത്തിൽ പറയാ, ശരീരം പലതാണെങ്കിലും ആത്മാവ് ഒന്നാണെങ്കിൽ ഇടപെടിയിൽ ഒരുപോലെ മടക്കും. മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ഹല്ലേലൂയ. ശരീരം പലതാണെങ്കിലും ആത്മാവ് അവൻ ഒന്നാണെങ്കിൽ ഇടപടിയിൽ ഒരുപോലെ നടക്കും. അതാരും ആരോടും പറഞ്ഞിട്ടാകണമെന്നില്ല. ആരോടും അവൻ പറയാതെ തന്നെ അവൻ ചില ആത്മീക ബോധ്യങ്ങൾ അവൻ തമ്മിൽ ഉണ്ടാകുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവൻ എലീശയ്ക്കും ആ ഒരു ആത്മീക ബോധ്യമുണ്ടായി. ഏലിയാവ് എടുക്കപ്പെടുവാൻ സമയമായെന്ന്. അങ്ങനെ ഒരാളെ കൂടുതൽ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? പാസ്റ്റർ ബിനോയുടെ അകത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അതേ അനുഭവത്തിലാണ് ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവവൈദ്യനും മാറുന്നെങ്കിൽ ശുശ്രൂഷ എളുപ്പമാണ്. രക്തത്താൽ ജയമെടുക്കുകയാണ്. മിനിസ്ട്രി എളുപ്പമാണ്. ഹല്ലേലൂയ. പക്ഷെ പലപ്പോഴും അത് കഴിയാത്ത തലത്തിലുള്ള മേഖലകൾ കടന്നു പോകുമ്പോഴാണ് ശുശ്രൂഷയ്ക്ക് അതിശക്തമായ സ്ട്രഗിൾസ് കടന്നു വരുന്നത്, അതിശക്തമായ വെല്ലുവിളികൾ കടന്നു വരുന്നത്. നിങ്ങളറിയത്തില്ലേ, എല്ലാവരും എല്ലാവരോടും അടുക്കത്തില്ല. എല്ലാവരോടും അടുക്കാനും കഴിയത്തില്ല. ഒരുപക്ഷെ സ്വർഗ്ഗം പറക്കുന്ന ശുശ്രൂഷയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്, പക്ഷെ ആത്മാവിൽ എന്ത് ചെയ്യത്തില്ല, ചിലപ്പോൾ അടുക്കാൻ പറ്റത്തില്ല. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ബിനോയ് പാസ്റ്ററൊക്കെ കണ്ടിട്ട് എത്രയോ വർഷങ്ങളായി. ഞങ്ങളെല്ലാ ദിവസവും ഹായ് ഹൂയ് വിളിയും പറച്ചിലൊന്നുമില്ല. വല്ലപ്പോഴുമൊക്കെ വിളിച്ചെന്നിരിക്കും, എന്തെങ്കിലും സംസാരിച്ചിരിക്കും, തമാശ പറഞ്ഞെന്നിരിക്കും, അങ്ങനെയൊക്കെ ഞങ്ങളും കടന്നു പോകും. പക്ഷേ എന്തോ ഒരു ആത്മബന്ധം എവിടെയോ കിടപ്പുണ്ട്. രക്തത്താൽ ജയമെടുക്കുകയാണ്. അതിൻ്റെ കാര്യമെന്നറിയാമോ? നല്ല ആത്മാവിനോട് എപ്പോഴും കണക്റ്റ് ആയിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞോണം. സ്തോത്രം. നല്ല ആത്മാവ് ചീത്തയാത്മാവിനോട് ഒരിക്കലും കണക്റ്റ് ആകത്തില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തായാലും ഞാൻ ആ ഭാഗം വിടുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഏലിയാവ് ചോദിച്ച ചോദ്യമാണ് എലീശയോട്, ഞാൻ എടുക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? നിങ്ങൾ കേൾക്കണം പ്രിയരെ. ദീർഘനാളുകളായി ഏലിയാവിൻ്റെ കൂടെ നടക്കുന്ന എലീശ ഒരിക്കൽ പോലും ഏലിയാവിനോട് ചോദിച്ചില്ല, പോകുന്നതിന് മുൻപിട്ട് അങ്ങ് എന്തെങ്കിലും ചെയ്ത് തന്നിട്ടേ പോകാവേ, ഇത്ര നാളായി ഞാൻ അങ്ങേ സേവിക്കുക, ഇത്ര നാളായി ഞാൻ അങ്ങേ പിൻപറ്റുക, ഇത്ര നാളായി അങ്ങ് പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അനുസരിക്കുക, അതുകൊണ്ട് അങ്ങ് എടുക്കപ്പെടാൻ സമയമായത് ഞാൻ മനസ്സിലാക്കുന്നു, അതുകൊണ്ട് തിരക്കിനകത്ത്
അതങ്ങ് വിട്ടുപോയാലോ? അതുകൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. എടുക്കപ്പെടുന്നതിന് മുൻപേ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടേ പോകാവേ എന്ന് ഒരിക്കൽ പോലും ഏലീശ ആരോട് ആവശ്യപ്പെട്ടിട്ടില്ല? ഏലിയാവിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഏലിയാവ് ഏലീശയോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നെന്ന്. ഇന്ന് പകൽക്കാലം ഇവിടെ വന്ന ദൈവമക്കൾ കേട്ടോ, പുതിയ നിയമത്തിൽ യേശു കർത്താവ് ഇതുപോലെ തന്നെ ഒരു ചോദ്യം അവരൊരു മനുഷ്യനോട് ചോദിച്ചു. ആരോടാണെന്നറിയാമോ? ബർത്തിമായിയോട് ചോദിച്ചു യേശു കർത്താവ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നെന്ന്. രക്തത്താൽ ജയമെടുക്കുകയാ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കർത്താവിനോട് പറഞ്ഞു നിർബന്ധിച്ച് യേശുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ല. കർത്താവിന് നിന്നോട് കരുണ തോന്നിയിട്ട്, കർത്താവിന് നമ്മോട് ദയ തോന്നിയിട്ട് കർത്താവ് നമ്മോട് ചോദിക്കണം, ഞാൻ നിനക്ക് എന്താ ചെയ്ത് തരേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരാത്മബന്ധമാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം പറയുകയാണ്. സ്തോത്രം. അല്ലാതെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് നിർബന്ധിച്ച് കർത്താവിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുക എന്നതല്ല. പിന്നെയോ കർത്താവ് മനസ്സലിഞ്ഞ് നമ്മളോട് ചോദിക്കണം. അങ്ങനെ ചോദിക്കത്തക്ക രീതിയിലുള്ള ഒരു ബന്ധമുണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ ആ ചോദ്യം ഉറപ്പായി വെളിപ്പെട്ടു വരും. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന ചോദ്യം അവിടെ വളരെ പ്രസക്തമാണ്. ഞാൻ അവിടെ നിൽക്കുന്നില്ല. അങ്ങനെ ഒരു ചോദ്യം അവൻ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി ഏത് തലത്തിൽ വേണമെങ്കിലും ഏലിശയ്ക്ക് കൊടുക്കാൻ കഴിയും. പക്ഷേ ആ ചോദ്യത്തിന് മറുപടിയായി ഏലിശ പറഞ്ഞത് എന്താണ് എന്നവിടെ കാണുന്നു. നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ. വാക്കുകൾ ശ്രദ്ധിക്കുക. നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ. സ്തോത്രം. കേൾക്കണേ, നിന്റെ മേലുള്ള ആത്മാവിൻ്റെ ഇരട്ടി പങ്കെന്നല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എന്നാ കൊടുത്തിരിക്കുന്നത്. നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക്. ഒന്ന് പറഞ്ഞ ആ വാക്ക്. നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക്. ശ്രദ്ധിച്ചേ, നിന്റെ ആത്മാവെന്ന് അവിടെ ഏലിശ പ്രതിപാദിക്കുന്നത്, ഏലിശ ചോദിക്കുന്നത് ഏലിയാവിന്റെ മേൽ വ്യാപരിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല. വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഒന്നാമത്തെ ദിവസം നിങ്ങളെ ആരെയും ഞാൻ വെട്ടിലാക്കുകയല്ല. നിന്റെ ആത്മാവ്, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. നിന്റെ ആത്മാവെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ഏലിയാവിന്റെ മേൽ വ്യാപരിക്കപ്പെട്ട അഭിഷേകവുമായി ബന്ധപ്പെട്ട വിഷയമല്ലത്. ഇംഗ്ലീഷ് പരിഭാഷയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആത്മാവ് അല്ലെങ്കിൽ ലെറ്റ് എ ഡബിൾ പോർഷൻ ഓഫ് സ്പിരിറ്റ് അപ്പോൺ മീ, ഡബിൾ പോർഷൻ ഓഫ് യുവർ സ്പിരിറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഞാൻ ആ കാര്യം പറഞ്ഞു വരാം. അവിടെ ആത്മാവെന്ന് കൊടുത്തിരിക്കുന്നത്, അവിടെ ആത്മാവ്, സ്പിരിറ്റ് എന്ന വാക്ക്, ആത്മാവെന്ന വാക്ക്, വേദപുസ്തകത്തിൽ ആത്മാവെന്ന വാക്ക് 3 മേഖലയുമായി കണക്റ്റഡ് ആണ്. ഒന്ന്, മനുഷ്യൻ്റെ ആത്മാവെന്നുണ്ട്. 2, പരിശുദ്ധ ആത്മാവെന്നുണ്ട്. 3, അശുദ്ധ ആത്മാവെന്നുണ്ട്. ഈ 3 ആത്മാവും മലയാള പരിഭാഷയിൽ ചെല്ലുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. കാര്യം ഈ പരിശുദ്ധാത്മാവും മനുഷ്യാത്മാവും തമ്മിൽ തിരിച്ചറിയാൻ ചിലയിടങ്ങളിൽ ബുദ്ധിമുട്ട് വരും. റോമാലേഖനത്തിനൊരു വാക്യമുണ്ട്, നമ്മുടെ ആത്മാവ് ദൈവാത്മാവിനോട്, വച്ചിട്ടുണ്ടോ? നമ്മുടെ ആത്മാവ് ദൈവാത്മാവിനോട് എന്ന് പറയുന്നൊരു ഭാഗം കിടപ്പുണ്ട്. സ്തോത്രം. അപ്പൊ അവിടെ മലയാളത്തിൽ ആത്മാവെന്ന് മാത്രമാണ്. ഇംഗ്ലീഷിലും സ്പിരിറ്റ് എന്ന വാക്കമാണ്. പക്ഷേ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കത്തക്ക രീതിയിൽ പറയുന്ന ആത്മാവ് ഏതാണ്? ദുഷ്ടാത്മാവിനെ, അശുദ്ധാത്മാവിനെ ഈവിൾ സ്പിരിറ്റ്
എന്ന് പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിനെ എല്ലായിടത്തും ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നില്ല. സ്പിരിറ്റ് എന്ന് മാത്രം പറയുന്ന ഒരുപാട് ഭാവങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട്. സ്പിരിറ്റ്, ആത്മാവ്. ആത്മാവ് മനുഷ്യാത്മാവിനെയും ഹ്യൂമൻ സ്പിരിറ്റ് അത് എടുത്തു പറയുന്നില്ല. പലയിടത്തും സ്പിരിറ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഈവിൾ സ്പിരിറ്റ് അത് നമുക്കറിയാം. ഈവിൾ സ്പിരിറ്റ് വരുന്ന ഭാഗത്ത് ദുഷ്ടാത്മാവെന്നൊരു ഭാഗം കിടക്കൊണ്ട് അത് മാറി നിൽക്കട്ടെ. പക്ഷേ മനുഷ്യാത്മാവും ദൈവാത്മാവും വരുന്ന ഭാഗങ്ങളിൽ മലയാളത്തിൽ ആത്മാവെന്നും ഇംഗ്ലീഷിൽ സ്പിരിറ്റ് എന്നും കൊടുത്തിരിക്കുമ്പോൾ ഇത് എങ്ങനെ നമുക്ക് തരംതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും? പറഞ്ഞിരിക്കുന്ന ആത്മാവ് മനുഷ്യാത്മാവാണോ, പറഞ്ഞിരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണോ എന്നെങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും? എൻ്റെ ദൈവജന പഠന ധ്യാനത്തിൽ എനിക്കത് മനസ്സിലായത് ഇപ്രകാരമാണ്. മലയാളത്തിൽ അത് തിരിച്ചറിയുക എന്നത് അല്പം പ്രയാസമാണ്. എന്നാൽ ഇംഗ്ലീഷ് പരിഭാഷയിലേക്ക് ചെല്ലുമ്പോൾ, നിങ്ങളുടെ ഇംഗ്ലീഷ് ബൈബിളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നത്തേത് സെർച്ച് ചെയ്തു കൊള്ളുക. ഇംഗ്ലീഷ് പരിഭാഷയിലേക്ക് ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്ന സ്പിരിറ്റ് എന്ന ആ വാക്കിൻ്റെ ആദ്യത്തെ എസ് എന്ന വാക്ക് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. മനുഷ്യാത്മാവിന് കൊടുത്തിരിക്കുന്ന ആ ആത്മാവെന്ന വാക്ക് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എസ് എന്ന വാക്ക് സ്മോൾ ലെറ്റർ ആയിരിക്കും. ഈ രണ്ട് ലെറ്ററിലൂടെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആത്മാവ് ഏതാണെന്ന്. ദൈവവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും അത് ഗ്രഹിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരും ആകെ കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് പരിശോധിച്ച് നോക്കിക്കോ, അവ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുമായി കണക്ട് ചെയ്ത് നോക്കിക്കോ. അങ്ങനെയാണ് നിങ്ങൾക്കതിൻ്റെ ആശയങ്ങൾ ലഭ്യമായി തീരുന്നത്. അങ്ങനെ വരുമ്പോൾ അവൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന നിന്റെ ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പദം ഇംഗ്ലീഷ് പരിഭാഷയിൽ സ്പിരിറ്റ് എന്ന് കൊടുത്തിരിക്കുമ്പോൾ അത് ക്യാപിറ്റൽ ലെറ്ററിലല്ല കൊടുത്തിരിക്കുന്നത്, അത് സ്മോൾ ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവ ഏലിയാവിൻ്റെ മേൽ വ്യാപരിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് എന്ന ഒരർത്ഥം അതിന് കൊടുക്കാൻ കഴിയുകയില്ല. ആമേൻ. അപ്പോൾ ഏലിയാവിൻ്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ ഏലിയാവിൻ്റെ മേൽ വ്യാപരിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് എന്ന അർത്ഥമല്ല. പിന്നെന്താണ് അങ്ങനെ ഏലിശ പറയാനിടയായത്? നമ്മൾ അതിലേക്ക് വേഗത്തിൽ കടന്നു വരികയാണ്. ശ്രദ്ധിക്കുക പ്രിയരെ, ശ്രദ്ധിക്കുക. എന്താണ് ഏലിശ ആവശ്യപ്പെട്ടത്? ഇരട്ടി പങ്ക്. എന്താണ്? ഉറക്കെ പറഞ്ഞേ. ഇരട്ടി പങ്ക്, ഇരട്ടി പങ്ക്, ഇരട്ടി പങ്ക്, ഡബിൾ പോർഷൻ. ആത്മാവെന്ന വിഷയം അത്രയും മനസ്സിലാക്കുക, പിന്നെ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇരട്ടി പങ്ക്. ഈ ഇരട്ടി പങ്ക് എന്ന് പറയുമ്പോൾ വേദപുസ്തക ചരിത്ര പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് അത് ധ്യാനിക്കുന്ന ഒരു ദൈവവൈദ്യന് പെട്ടെന്ന് പക്ഷേ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. ഇരട്ടി പങ്ക് എന്ന ആ വാക്കുമായി ഉദ്ദേശിക്കുന്നത് പഴയ നിയമ പശ്ചാത്തലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു വീട്ടിൽ ജനിക്കുന്ന യഹൂദ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടാണ് പഴയ നിയമം കൂടുതലും. ഒരു വീട്ടിൽ ജനിക്കുന്ന ഒരു മകൻ ആദ്യജാതനാണെങ്കിൽ അവൻ ഇരട്ടി പങ്കിന് ഓഹരിക്കാരാണ്. മനസ്സിലാകുന്നുണ്ടോ? അവൻ ഇരട്ടി അവകാശത്തിന് ഓഹരിക്കാരനാണ് എന്നതാണ് ആദ്യജാതന്റെ അവകാശം, അല്ലെങ്കിൽ ഫസ്റ്റ് ബോണിന്റെ ഇൻഹെറിറ്റൻസ്, ഫസ്റ്റ് ബോണിന്റെ അവകാശം എന്ന് പറയുമ്പോൾ അവന് ആ വീട്ടിലെ സ്വത്തിന്റെ സമ്പത്തിന്റെ ഒക്കെ ഇരട്ടി പങ്കിന്റെ ഒരു അവകാശം അവനുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല. ജ്യേഷ്ഠാവകാശം ഒരാൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബ്ലെസ്ഡ് ആണ്. അതുകൊണ്ടാണ് ആ അവകാശം തട്ടിയെടുക്കാൻ ആര് നോക്കിയത്? യാക്കോബ് നോക്കിയത്. പക്ഷെ അങ്ങനെ തട്ടിയെടുത്താൽ കിട്ടുന്ന സാധനമല്ല ഇത്. ഇത് ജന്മത്തിലേക്ക് കിട്ടുന്ന സംഭവമാണ്. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കുക. ആമേൻ, ആമേൻ. അവിടെ ഈ ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടി പങ്ക് എന്ന് അവൻ ഏലിശ പറയുമ്പോൾ അതിൽ യഹൂദ പശ്ചാത്തലവുമായും പഴയ നിയമവുമായിട്ടും വളരെ ബന്ധമുണ്ട്. പിതാവിന്റെ പിന്തുടർച്ച അധികാരം, ആത്മീയ സ്ഥാനം,
കുടുംബ നേതൃത്വം, പിതാവിന്റെ ആ പ്രത്യേക അനുഗ്രഹം, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി പിന്തുടർച്ചകളാണ് ആദ്യ ജാതന് ലഭ്യമാകുന്നത് എന്ന ഒരു പശ്ചാത്തലം കൂടെ അതിന്റെ പിൻപിൽ നിൽപ്പുണ്ട്. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഏലിയാവിന്റെ ഇരട്ടി പങ്ക് എലീശ ചോദിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, അവൻ ഇരട്ടി പങ്ക് ചോദിക്കാൻ ആർക്കാണ് കഴിയുന്നത്? ഇരട്ടി അവകാശം ചോദിക്കാൻ ആർക്കാണ് കഴിയുന്നത്? സ്വതന്ത്രനാണ്. ആർക്കാണ് കഴിയുന്നത്? ഇരട്ടി പങ്കിന്റെ ഇരട്ടി അവകാശം ചോദിക്കാൻ കഴിയുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, ആ വീട്ടിനകത്ത് ആ അപ്പന്റെ മൂത്ത മകനായി ജനിക്കപ്പെട്ട തലമുറയ്ക്കാണ് ഇരട്ടി ഓഹരി, ഇരട്ടി അവകാശം ചോദിക്കാൻ ന്യായമായ അവകാശമുള്ളത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഏലിയാവും എലീശയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഏലിയാവും എലീശയും തമ്മിലുള്ള ബന്ധം പ്രവാചകനും പ്രവാചക ശിഷ്യനുമായിട്ടുള്ള ബന്ധമാണ്. ഇവർ തമ്മിലുള്ള ബന്ധം കേൾക്കണേ, പ്രവാചകനും പ്രവാചക ശിഷ്യനുമായിട്ടുള്ള ബന്ധമാണ് ഇവർ തമ്മിലുള്ള ബന്ധം. ഇവർ രണ്ടുപേരും ജനിച്ചത് രണ്ട് പശ്ചാത്തലത്തിലാണ്. ഏലിയാവ് ജനിച്ചത് അവൻ ഒരു പശ്ചാത്തലം, എലീശ ജനിച്ചത് മറ്റൊരു പശ്ചാത്തലം. ഏലിയാവിന്റെ ജീവിതവും ഏലിയാവിന്റെ രൂപവും ഏലിയാവിന്റെ വസ്ത്രധാരണവും ഏലിയാവ് ജനിക്കപ്പെട്ട ഗിലെയാദും തിപ്സിയും ഒക്കെ പഠിച്ചാൽ ഏലിയാവ് ഒരർത്ഥത്തിൽ ഒരു കാട്ടുജാതിക്കാരനാണ്. എന്താണ്? തൻ്റെ വസ്ത്രധാരണമൊക്കെ നോക്കിയാൽ, താൻ ജനിച്ച തിസ്ബിയെ നോക്കിയാൽ അതൊക്കെ മലമ്പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. അപ്പോൾ ശരിക്കും ഒരു കാട്ടുജാതിക്കാരനാണ്. ഏലിയാവിന്റെ വസ്ത്രധാരണം എന്താ അറിയോ? എന്താ വസ്ത്രധാരണം? ആ രോമവസ്ത്രം ധരിച്ച് അരയിൽ തോൽവാറ് കെട്ടിയ മനുഷ്യനെന്താ ഏലിയാവിനെ കുറിച്ച് പറയുന്നത്? കേൾക്കണം നിങ്ങൾ. ഏലിയാവിന്റെ ലൈഫുമായോ സംസ്കാരവുമായിട്ടോ ഒരു ബന്ധവുമില്ലാത്തൊരു മനുഷ്യനാ എലീശ. കാര്യം ഏലിയാവിന്റെ അപ്പന്റെ പേരോ കുടുംബ പേരോ പറയാതിരിക്കുമ്പോൾ എലീശയെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ തന്റെ അപ്പന്റെ പേരും തന്റെ കുടുംബ പേരും ഒക്കെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അവൻ എലീശ എന്ന് പറയുന്നത് അവൻ നല്ല സാമ്പത്തിക ഭദ്രതയുള്ള 12 കാളയുടെ അവൻ ഉടമസ്ഥനായിരിക്കുന്ന, അതിനനുസരിച്ച് നിലങ്ങളുള്ള, അതിനനുസരിച്ച് ദാസന്മാരുള്ള, സ്തോത്രം, താങ്ക് യു, അവൻ മുതലാളി, അവൻ പദവിയിൽ നിൽക്കുന്ന മനുഷ്യനാണ് ആര്? എലീശ. സ്തോത്രം. അപ്പൊ കണ്ടോ, ഇവര് രണ്ടുപേരും ജനിച്ചത് രണ്ട് പശ്ചാത്തലത്തിലാണ്, വളർന്നത് രണ്ട് പശ്ചാത്തലത്തിലാണ്. പ്രായ വ്യത്യാസമുണ്ട്, സാമ്പത്തിക മണ്ഡലത്തിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഒട്ടനവധി വ്യത്യാസങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരിക്കെ പ്രവാചകരും പ്രവാചക ശിഷ്യരും എന്ന ഒരു ബന്ധത്തിൽ മാത്രം നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ചോദിക്കാൻ കഴിയില്ല ഇരട്ടി പങ്ക്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഒരിക്കലും ചോദിക്കാൻ പറ്റത്തില്ല ഇരട്ടി പങ്ക്. പക്ഷേ ഇരട്ടി പങ്ക് എലീശ ഏലിയാവിനോട് ചോദിക്കുക. അത് 2-ാം അധ്യായം 12-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയേ. 2:12 എന്താ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? 2:12 എലീശ അത് കണ്ടിട്ട് എന്റെ പിതാവേ ഇസ്രായേലിന്റെ മതി. എലീശ ഏലിയാവിനെ വിളിക്കുന്ന ആ അഭിസംബോധന നിങ്ങളോട് കേട്ടേ. യജമാനനെ എന്നല്ല, പ്രവാചകനെ എന്നല്ല. മനസ്സിലാകുന്നുണ്ടോ? ആ എലീശ ഏലിയാവിനെ വിളിക്കുന്ന വിളി എന്റെ പിതാവേ.
എന്റെ പിതാവേ, രക്തത്താൽ ജയമെടുക്കുകയാണ്. ഇന്ന് പലവിടെ വന്ന ദൈവമക്കളോട് ഞാൻ ദൂത് പറഞ്ഞ് മുൻപോട്ട് പോകാൻ ആത്മാവിൽ ആഗ്രഹിക്കുക. ശ്രദ്ധിച്ചു പ്രിയരെ, അവൻ അക്ഷരാർത്ഥത്തിൽ മാനുഷിക കണ്ണുകളിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ടുപേരും ജനിച്ചത് രണ്ട് കുടുംബത്തിനകത്താണ്, വളർന്നത് രണ്ട് കുടുംബത്തിനകത്താണ്. രണ്ടുപേരും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടാൻ യാതൊരു പശ്ചാത്തലവുമില്ല. പക്ഷേ അവൻ ഇവരെ പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്തപ്പോൾ, ആത്മാവിനെ കണക്ട് ചെയ്തപ്പോൾ അവ സ്തോത്രം പശ്ചാത്തലത്തെ പൊട്ടിക്കുന്ന, അവ സംസ്കാരത്തെ പൊട്ടിക്കുന്ന, സാമ്പത്തിക മണ്ഡലത്തെ പൊട്ടിക്കുന്ന സ്തോത്രം ഒരു വലിയ ഡെലിവറൻസ് അവരുടെ ഇടയിൽ നടന്നു. ആ ഡെലിവറൻസ് നടന്നപ്പോൾ എന്ത് നടന്നറിയാമോ? അവ ബന്ധം അപ്പനും മകനുമായി. രക്തത്താൽ ജയം. ബന്ധം അപ്പനും മകനുമായി. കൂടുതലുണ്ടോ? ബന്ധം എന്തായി? അപ്പനും മകനുമായി ബന്ധം. രക്തത്താൽ ജയമെടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ പ്രിയരെ? അവ സ്തോത്രം ഏലിയാവിന് ഒരു പ്രവാചക ശിഷ്യൻ മാത്രമല്ല. ആണോ? അല്ല. അതിനൊരു സ്കൂൾ നടത്തുന്നുണ്ട്. ഒത്തിരി പേര് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കുന്നുണ്ടോ? ഒത്തിരി പ്രവാചക ശിഷ്യന്മാർ, 100-ലധികം പ്രവാചക ശിഷ്യന്മാർ ഉണ്ടെന്ന് പറയുന്നത് ഏലിയാവിന്. പക്ഷേ 100-ലധികം പ്രവാചക ശിഷ്യന്മാർ ഏലിയാവിനുണ്ട്. പക്ഷേ ഏലിയാവിന്റെ മകനായി മാറിയത് രക്തത്താൽ ജയമെടുക്കുകയാണ്. ഏലിയാവിന്റെ മകൻ എന്നൊരു ബന്ധത്തിലേക്ക് വന്നത്, ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് ലഭിക്കാത്ത അങ്ങനെ ഒരു ശ്രേഷ്ഠമായ തലത്തിലേക്ക് കയറി വന്നത് ഏലിശ മാത്രമാണെന്ന് ഇന്ന് രാത്രി ഈ പകൽക്കാലം തിരിച്ചറിഞ്ഞോളൂ. ആ ബന്ധത്തിനകത്ത് നിന്നുകൊണ്ട് ഏലിശ ഈ ചോദ്യം ഏലിയാവിനോട് ചോദിക്കുന്ന ധൈര്യമായിട്ട് യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഹല്ലേലൂയ. കേട്ട് അവൻ ഈ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് പശ്ചാത്തലത്തിൽ ജനിക്കുന്ന നമ്മളെ എല്ലാ പരിശുദ്ധാത്മാവ് ഒന്നിപ്പിക്കുന്ന ഒരു അനുഭവമുണ്ട്. ആ ഒന്നിപ്പിക്കുന്ന അനുഭവത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി എന്താണെന്ന് ചോദിച്ചാൽ കാൽവരി ക്രൂശിലെ രക്തത്തിന്റെ ശക്തിയാണ്. സ്തോത്രം. ആത്മീക ബന്ധം എന്താണ്? ബിനോയ് പാസ്റ്റർ ബ്ലഡ് റിലേഷനിൽപ്പെട്ടവർ മാത്രം കരം ഉയർത്തി. ബിനോയ് പാസ്റ്റർ ബ്ലഡ് റിലേഷനിൽപ്പെട്ടവർ മാത്രം. ബിനോയ് പാസ്റ്റർ രക്തത്തിലുള്ളവർ മാത്രം. ആരുമില്ല. കുടുംബത്തിലുള്ളവര് ബിനോയ് പാസ്റ്റർ കുടുംബത്തിലുള്ള ആരുണ്ട്? ബിനോയ് പാസ്റ്ററുടെ രക്തത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ബ്ലഡുമായി ബന്ധപ്പെട്ട ബന്ധത്തിലുള്ള ഒരാൾ മാത്രമേ ഇവിടെ ഇപ്പോഴുള്ളൂ. നിങ്ങളെല്ലാവരും മറ്റൊരു ബന്ധത്തിനകത്തായിരിക്കുന്നവരാണ്. ഞാൻ നിങ്ങളോട് ദൈവാത്മാവ് ചോദിക്കട്ടെ, അക്ഷരീയ ശരീരവുമായി ബന്ധപ്പെട്ട രക്തത്തിൽ നിന്ന് ലഭിക്കപ്പെട്ട ബന്ധമാണ് ഏറ്റവും വലിയത്. കാൽവരി ക്രൂശിലൂടെ നമ്മളെയൊക്കെ കണക്ട് ആക്കിയ ബന്ധമാണോ ഏറ്റവും വലിയത്? സ്തോത്രം. ശ്രദ്ധിക്കണം നിങ്ങൾ. നമ്മൾ പലപ്പോഴും ആ ഒരു മേഖലയിൽ ചിന്തിക്കാറില്ല. ഇപ്പൊ ഒരു വീട്ടിനകത്ത് ഭൗതിക തലത്തിലുള്ള ജഡീക തലത്തിലുള്ള ബ്ലഡ് റിലേഷൻസ് തമ്മിലുള്ള ബന്ധങ്ങൾ മുറിയുമ്പോ നമുക്ക് ഭയങ്കര വേദനയാണ്. മിണ്ടാതിരിക്കുമ്പോ നമുക്ക് ഭയങ്കര വേദനയാണ്. പക്ഷെ നമ്മുടെ ഭാഷ എത്ര നാൾ നമ്മളോട് മിണ്ടിയില്ലെങ്കിലും നമുക്കൊരു പ്രയാസവും ഭാര്യയോട് നമ്മൾ മിണ്ടിയില്ലെങ്കിലും നമുക്കൊരു പ്രയാസവും കൂട്ടുവിശ്വാസിയോട് നമ്മൾ മിണ്ടിയില്ലെങ്കിലും നമുക്കൊരു പ്രയാസവും ഇല്ല. നമ്മള് എന്റെ പെങ്ങള് മിണ്ടുന്നില്ല മാഷേ,
എന്റെ നാത്തവും മിണ്ടുന്നില്ല, എന്റെ അമ്മായി ഒട്ടും മിണ്ടുന്നില്ല, എന്റെ മോളിപ്പോ പഴയതുപോലൊരു വിളിയും പറച്ചിലും ഒന്നും ഇല്ല. കാര്യം അത് നമുക്ക് പെയിനുണ്ട്. പക്ഷെ ഞാൻ നൊന്ത് പ്രസവിച്ചതാ അവളെ, നൊന്ത് പ്രസവിച്ചതാ അവനെ. പക്ഷെ എന്നോട് യാതൊരു സ്നേഹവും ഇല്ല, യാതൊരു ബന്ധവും ഇല്ല. ഇന്ന് പകൽ ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, അതിനേക്കാളും പെയിൻ വരണം ആത്മീക ബന്ധത്തിന്റെ ആധികാരികതയിൽ നമ്മൾ മുൻപോട്ട് പോകാൻ. രക്തത്താൽ ജയമെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു തലത്തിൽ ചിന്തിക്കുന്നവർക്ക് മാത്രമേ തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അവൾ മിണ്ടിയില്ലെങ്കിൽ എനിക്കെന്നാ, ഞാൻ മിണ്ടിയില്ലെങ്കിൽ അങ്ങക്കെന്നാ ചോദിക്കുന്നത് അല്ല വിഷയം. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ, കാൽവറി ക്രൂശിൽ രക്തം ചൊരിഞ്ഞ് ആ രക്തത്തിലൂടെ നമ്മളെ ഒരപ്പന്റെ അവകാശികളാക്കി മാറ്റിയ സ്വർഗമാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത്. മനസ്സിലാക്കുന്നുണ്ടോ? സ്തോത്രം. ബിനോയ് പാസ്റ്ററുടെ മക്കള് തമ്മിൽ മിണ്ടാതിരിക്കുന്ന മക്കൾക്കല്ല പ്രയാസം, ആണോ? പിന്നെ കർത്താവിന്റെ ദാസനും തന്റെ ഭാര്യയ്ക്കും ആ വേദന. കാര്യം എന്താ? അവരിൽ നിന്ന് ജനിക്കപ്പെട്ട അവർ 2 തലമുറകൾ എന്ത് ചെയ്യുന്നില്ല? സഹകരിക്കുന്നില്ല. പണ്ടത്തെ ആത്മാർത്ഥതയില്ല, പണ്ടത്തെ സഹകരണമില്ല, പണ്ടത്തെ സ്നേഹമില്ല. സ്തോത്രം. അവൻ ഇവിടെ ജന്മം കൊടുത്ത മാതാവിന്റെ പിതാവിന്റെ ചങ്ക് പൊട്ടുമെങ്കിൽ അവൻ കാൽവറിയിൽ രക്തം നൽകി നമ്മളെ എല്ലാവരെയും ഒരപ്പന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവ ഏകയപ്പന്റെ മക്കളാക്കി തീർത്ത് അവ കർത്താവിനോടുള്ള ബന്ധത്തില് അവ കർത്താവിന്റെ ഹൃദയം പൊടിയാതിരിക്കുമോ? നമ്മുടെ ലൈഫിനകത്തുള്ള ചില ആത്മീക ബന്ധങ്ങൾ തകർന്നാൽ മനസ്സിലാകുന്നവർക്കായി സ്തോത്രം പറയുന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, പൈശാചിക ലോകം ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്നത് രക്തബന്ധങ്ങളുമായിട്ടുള്ള ബന്ധം പൊളിക്കാനാണോ, ആത്മീക ബന്ധം പൊളിക്കാനാണോ? രക്തത്താൽ ജയമെടുക്കുന്നു. പൈശാചിക മണ്ഡലം ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്നത് രക്തബന്ധങ്ങളെ പൊളിക്കുക എന്നതിനേക്കാൾ, അതില്ലെന്നല്ല, അതുകൊണ്ട് എന്നതിനേക്കാൾ ആത്മബന്ധത്തെ പൊളിക്കാനാ. കാര്യം എന്താണെന്നറിയാമോ? അതിന്റെ പിൻപിൽ ക്രൂശിന്റെ രക്തത്തിന്റെ ശക്തിയുണ്ട്. യേശുവിന്റെ നാമത്തില് ഈ വെളിപ്പാടില്ലാത്തവര് സ്തോത്രം, പാസ്റ്റർ എത്ര ദിവസം വയ്യാതെ കടന്നാലും ഒരിക്കൽ പോലും തിരിഞ്ഞ് നോക്കത്തില്ല. കൂട്ടുവിശ്വാസി ഏത് ദുരന്തത്തിലൂടെ പോയാലും ഒരിക്കലെങ്കിലും വിളിച്ച് ചോദിക്കത്തില്ല. എല്ലാ ദിവസവും മോനെ വിളിക്കുന്ന അമ്മാമ, എല്ലാ ദിവസവും മോളെ വിളിക്കുന്ന അമ്മാമ, ആ ചർച്ചിൽ വരുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ പ്രതിസന്ധി വന്നെന്നറിഞ്ഞിട്ട് സ്തോത്രം, ഒരു പ്രാവശ്യം പോലും വിളിക്കാനോ ആ വീട്ടിലൊന്ന് ചെല്ലാനോ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ കഴിയത്തില്ല എങ്കിൽ ഓർത്തോണം, അതിന്റെ പിൻപിൽ സംഭവിക്കുന്ന പരാജയത്തിന്റെ ആഴം എത്ര വലിയതാണെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പ്രാരംഭ സെക്ഷനിൽ ദൈവാത്മാവിനോട് ശക്തമായി പറയാൻ പറയുന്നു, ആത്മീക ബന്ധത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് കടന്നു വരാൻ കഴിയുമെങ്കിൽ ഈ നാളുകളിൽ ചില പകർച്ചകൾ നടക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഇന്ന് പകൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുകയാണ്. പൈശാചിക മണ്ഡലങ്ങൾ ഏറ്റവും കൂടുതൽ അവൻ പോരാടുന്നത് ആത്മീക ബന്ധത്തെ തകർക്കുവാനാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിന്റെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രതിസന്ധിയുടെ സാഹചര്യത്തില് എല്ലാവരും കൈവിട്ടാലും കർത്താവ് കണക്റ്റാക്കി തന്ന ക്രൂശിലെ രക്തത്താൽ നമ്മളിലേക്ക് ചേർത്ത ആത്മീക ബന്ധങ്ങൾ അവൻ നമുക്ക് വേണ്ടി കരയും, നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പത്രോസ് കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ പത്രോസിന്റെ കുടുംബക്കാരെല്ലാം കൂടെ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതല്ല, ആണോ? പത്രോസിന് അമ്മായിമയൊന്നും ഇല്ലായിരുന്നു, ഫാമിലി ഒന്നും ഇല്ലായിരുന്നു. സ്തോത്രം.
കുടുംബക്കാരെല്ലാം കൂടെ പ്രാർത്ഥിച്ചെന്നല്ല. സ്തോത്രം. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവൻ തന്റെ ശുശ്രൂഷയിലൂടെ വിടിവിക്കപ്പെട്ട് ക്രൂശിലെ രക്തത്താൽ കണക്റ്റായ അവൻ ഒരു കൂട്ടം ദൈവമക്കൾ അവൻ ദൈവസ്ഥൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചെന്ന് രക്തത്താൽ ജയമെടുക്കുകയാ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പറയുന്നു, അങ്ങനെ ഒരു ആത്മീക ബന്ധം നിനക്കുണ്ടെങ്കിൽ ബ്ലഡ് റിലേഷൻ ഉണ്ടാകുന്ന വേദന അവ എത്രത്തോളം നമ്മളെ ബാധിക്കുമോ അതിനേക്കാളും പെയിൻ നമുക്കുണ്ടാവും. ഈ ചർച്ചിലെ ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ ലൈഫിൽ എന്തെങ്കിലും വന്നാൽ, എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങയുടെ ഹൃദയം പൊടിയത്തില്ലേ? അങ്ങയുടെ ഹൃദയം വേദനിക്കത്തില്ലേ? ആരുമായിക്കൊള്ളട്ടെ, രക്തത്താൽ ജയമെടുക്കുക. ഞങ്ങളുടെ ഹൃദയം വേദനിക്കും, ഞങ്ങൾക്ക് വല്ലാത്ത സങ്കടം വരും. സ്തോത്രം. എന്റെ കാര്യം ഞാൻ പറയാം, എന്റെ ചർച്ചിൽ വരുന്ന ഒരാളെ കുറിച്ചും മോശമായി മറ്റൊരാൾ പറയുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഈവൻ എന്റെ ഭാര്യയായ പോലും. സ്തോത്രം. ഭാര്യയും ഭർത്താവാണ്, ഞങ്ങൾ പലതും ഷെയർ ചെയ്യും. അപ്പൊ അവള് പറയും, ഇവരിങ്ങനെ നമ്മുടെ പോട്ടെ കളഞ്ഞേരാ. സ്തോത്രം. കാര്യം എന്താന്ന് ചോദിച്ചാൽ എനിക്ക് അത് കേൾക്കാൻ പോലും എനിക്കിഷ്ടമല്ല. ശരിയാ, അവരെന്നെ പാര വെക്കുന്നുണ്ടായിരിക്കും, അവരെന്നെ പണിയുന്നുണ്ടായിരിക്കും, അവരെനിക്ക് ദോഷമായി ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് അവരെപ്പോഴും നല്ലതാണെന്ന് ചിന്തിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. അവരേറ്റവും നല്ലതായി ഇരിക്കണമെന്ന് ചിന്തിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. കേൾക്കുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞത്? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിച്ച പ്രിയരെ, ആമേൻ. ജനിക്കപ്പെട്ട മോൻ എത്ര തല്ലിപ്പൊളിയായാലും, എത്ര മുഴുകുടിയനായാലും, സ്തോത്രം, ആ ജന്മം കൊടുത്ത മാതാവിന് ആ മോനോടുള്ള ആത്മാർത്ഥതയ്ക്ക് ഒട്ടും കുറവ് വരത്തില്ല. ഈ അമ്മ എത്ര ചവിട്ടിക്കൂട്ടി ഉപദ്രവിച്ചാലും വെള്ളം കൊടുക്കാത്ത മോനാന്ന് പറഞ്ഞാലും, സ്തോത്ര, ഹല്ലേലൂയ, ആ ബന്ധത്തിനകത്ത് നിൽക്കുമ്പോൾ ഈ മാതാവിന്റെ അകത്തൊരു പൊടിച്ചിലുണ്ട്, ഈ മാതാവിന്റെ അകത്തൊരു കണ്ണുനീരുണ്ട്. ആ ഒരു ബന്ധം തമ്മിൽ ഉണ്ടായാൽ ഉണ്ടല്ലോ, തമ്മിൽ പാര വെക്കുമെന്നല്ല, ഭാരം ചുമക്കും. എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. ഒരാൾക്ക് സംഭവിക്കുന്ന പരാജയത്തെ നമ്മൾ ആഘോഷിക്കത്തില്ല. സ്തോത്രം. എന്റെ മോൻ ഇപ്പൊ +2 എഴുതിയിട്ട് നിൽക്കുക. അപ്പൊ അവന് 10th എന്റെ ചർച്ചിലെ എല്ലാ കുഞ്ഞുങ്ങളെക്കാളും ഏറ്റവും നല്ല മാർക്ക്, ഏറ്റവും ഹൈ ലെവൽ മാർക്ക് കർത്താവിന് കൊടുത്തു. സ്തോത്രം. അപ്പൊ എന്നോട് കർത്താവ് പറഞ്ഞു, ആമേൻ, ആൽവിൻ മോന് നല്ല ജയം കർത്താവ് കൊടുത്തു. പക്ഷെ ഇതൊന്നും ചർച്ചിൽ കയറി നിന്നുകൊണ്ട് ആൽവിന്റെ ജയത്തെ ഒന്നും നീ അരമണിക്കൂർ പ്രകീർത്തിക്കണ്ട. സ്തോത്രം. എന്താ കാര്യം അറിയോ? എന്റെ ചർച്ചിൽ വീട്ടുജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സഹോദരിയുടെ മോള്, സ്തോത്രം, +2 3 പ്രാവശ്യം എഴുതിയിട്ട് എന്ത് ചെയ്തിട്ടില്ല? ജയിച്ചിട്ടില്ല. സ്തോത്രം. 3 പ്രാവശ്യം +2 എഴുതിയിട്ടും ജയിച്ചില്ല. അപ്പൊ ആ കുഞ്ഞിന്റെ അമ്മയും ഒക്കെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുക. അതുകൊണ്ട് ഈ കൊച്ചിന് മുമ്പോട്ട് ഒന്നിനും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ തരിപ്പണമായ ഒരു ഫാമിലി, ഒരു മോൾ അവിടെ ഇരിക്കുമ്പോൾ എന്റെ മോന്റെ വിജയം ഞാൻ അവിടെ ആഘോഷിച്ചാൽ പക്ഷേ അവിടെ ഇരുന്ന് മുറിയുന്നൊരു ഹൃദയമുണ്ട്. കൂടെ ഉണ്ടോ നിങ്ങൾ? അവിടെ ഇരുന്ന് മുറിയുന്നൊരു ഹൃദയം, ഉരുകുന്നൊരു ഹൃദയമുണ്ട്. രക്തത്താൽ കർത്താവ് പറഞ്ഞു, മോനെ അത് വേണ്ട. നിന്റെ മകന്റെ സന്തോഷം മറ്റൊരാളുടെ വേദനയായി മാറരുത്. രക്തത്താൽ ജയമെടുക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആൽവിൻ 10ാം ക്ലാസ്സിൽ എഴുതി, അവന് മാർക്ക്, അവൻ ജയിച്ചു, കർത്താവ് കൊടുത്ത ജയത്തിനായി സ്തോത്രം ചെയ്യാം. അവൻ ഒറ്റ വാക്കിൽ പരിപാടി നിർത്തി. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അത് മറ്റുള്ളവരെ എത്രത്തോളം ബാധിക്കുന്നു ചിന്തിക്കണം. ചിലർ പറയുന്നത് കേട്ടിട്ടില്ല, ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് സ്തോത്രം 5 വർഷമേ ആയിട്ടുള്ളൂ. ഈ 5 വർഷത്തിനകത്ത് ദൈവം എൻ്റെ ലൈഫിൽ ചെയ്ത അത്ഭുതങ്ങൾ 1 ഇത്, 2 ഇത്, 3 ഇത്, 4 ഇതെന്നൊക്കെ ഇങ്ങനെ നീട്ടി പറയുമ്പോൾ ആ ചർച്ചിനകത്ത് 30 വർഷമായിട്ട് ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് മറുപടി കിട്ടാത്ത ആ സഹോദരിയുടെ, ആ പിതാവിന്റെ, ആ കുഞ്ഞിന്റെ ഹൃദയം പൊടിയും. ദൈവമേ, ഇതെന്തോ നീതിയാണെന്ന് ഒരു പക്ഷേ അകത്തൊരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ തന്നെയാ എന്നാൽ ഇന്ന് പകൽ ഞാൻ പറ, നീ ഒരു സാക്ഷ്യം പറയുമ്പോൾ അത് മറ്റൊരാളെ ബാധിക്കരുത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴും നാം ഒരു ആത്മമണ്ഡലത്തിൽ ആത്മീക ബന്ധത്തിനകത്ത് നിൽക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊരു വലിയ ബോധ്യം നമ്മളെ ശക്തമായി ഭരിക്കണം. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്. പൗലോസുമായി ബന്ധപ്പെട്ട എത്ര നിജപുത്രന്മാർ പൗലോസിലുണ്ട്. ആമേൻ. പൗലോസിന്റെ ആമേൻ അല്ലെങ്കിൽ പൗലോസിന്റെ ജഡ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന മക്കളൊന്നുമല്ല തിമോഥെയോസും തീത്തോസും ഉൾപ്പെടുന്ന അവൻ ഒനോസിമോസ് എന്നൊക്കെ പറയുന്നവരാരും അങ്ങനെ വന്നവരല്ല. പിന്നെയോ അവൻ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ താൻ ഇവരെ ജനിപ്പിച്ചതാണെന്ന് തിരുവെഴുത്ത് ശക്തമായി പറയുമ്പോൾ ഹല്ലേലൂയ, അങ്ങനെ ഒരു ആത്മീക ബന്ധത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ ഒത്തിരി വില കൊടുത്തേ പറ്റൂ. ഒത്തിരി വില കൊടുത്തേ പറ്റൂ. സ്തോത്രം. നിങ്ങൾ കേട്ട പ്രിയരെ, ഏകദേശം 10 വർഷത്തോളം ഇവര് തമ്മിൽ യാത്ര ചെയ്യുക. ആരുമായിട്ടാണെന്നറിയോ? പ്രവാചകനും പ്രവാചക ശിഷ്യനുമായിട്ടുമല്ല, അപ്പനും മോനുമായിട്ട്. രക്തത്താൽ ജയം. അപ്പനും മോനും എന്ന ബന്ധത്തിൽ ഇവർ യാത്ര ചെയ്യുക. സ്തോത്രം. ഓവേ, നിങ്ങൾ ശ്രദ്ധിക്കും പ്രിയരെ, ഒരാളോട് കൂടുതൽ അടുക്കുമ്പോഴേ അദ്ദേഹത്തിന്റെ സ്വഭാവം നമുക്ക് സ്തോത്രം പറഞ്ഞോട്ടെ. സത്യം, നിങ്ങളിപ്പം കൈവെക്കുവോ എൻ്റെ കാര്യം ആ പാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളാരും പറയരുത്. നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് കയറി വർഷങ്ങൾ ഒത്തിരിയായി അല്ലേ? ഇപ്പൊ ചിന്തിക്കുന്നില്ലേ, ഇങ്ങാറുടെ സ്വഭാവം ഇതാരും അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യത്തില്ലായിരുന്നു? അദ്ദേഹം പറഞ്ഞ് എഴുന്നേക്കരുത്, കൈ പൊക്കരുത്, എൻ്റെ കാര്യം അത് പറയരുത്. സാധ്യതയുണ്ട്, സത്യമല്ലേ? തിരിച്ചും ഇവക്കടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യത്തില്ലായിരുന്നു? കൈ വെക്കത്തില്ലായിരുന്നു എന്ന് പറയും. എത്ര പേര് എഴുന്നേക്കരുത് പിടിച്ചിരുന്നു, ടെൻഡൻസി വരും. കര ഉയർത്തി പറഞ്ഞാട്ടെ, സത്യമല്ലേ ഞാൻ പറഞ്ഞു? പ്രൈസ് ദി ലോർഡ്. എൻ്റെ വിനയ പാസ്റ്റേ, എത്രയോ അബദ്ധങ്ങൾ പറ്റി. ഒറ്റ നോട്ടത്തിൽ 1 മാസത്തെ സഹകരണത്തിൽ കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിച്ച് മനസ്സിരുന്ന് എല്ലാം യാത്ര ചെയ്തപ്പോൾ തുറന്നു പറഞ്ഞ പലരും ഇപ്പൊ നമ്പർ 1 ഭാരം വെച്ചുകൊണ്ടിരിക്കുക. രക്തത്താൽ ജയമെടുക്കുകയാണ്. സ്തോത്രം. കാര്യം ആ ചിരിക്കകത്തൊന്നുമില്ലായിരുന്നു. പാസങ്ങളെ എന്ന് വിളിക്കുമ്പോ ചിലർ പാസങ്ങളെന്നും അല്ല വിളിച്ച്. ഇപ്പൊ എനിക്ക് നമ്പർ 1 ഭാരം വെച്ച ഒരാള് പാസങ്ങളെന്നും അല്ല വിളിക്കുന്നത്. ചിലപ്പോ അച്ചാച്ച എന്ന് വിളിക്കും. സഹോദരനാ കേട്ടോ, സഹോദരിയൊന്നും അല്ല, കൂട്ടുവേലക്കാരനായിരുന്നു, കൂടെ വന്ന ഒരാളാ. സ്വത്രം പറഞ്ഞാട്ടെ, വേറെ ആരും ഒന്നുമല്ല. ചിലപ്പോ അച്ചാച്ചാന്ന് വിളിക്കും, ചിലർക്ക് അച്ചാന്ന് വിളിക്കും. സ്വത്രം. അപ്പൊ ഞാൻ ഈ അച്ചാ വിളിയെന്നൊക്കെ കേട്ടപ്പോ അതിന്റെ ആഴത്തിലേക്കൊന്നും ഞാൻ എന്ത് ചെയ്തില്ല, പോയില്ല. അപ്പൊ കൂടെ നിൽക്കുന്ന ദൈവദാസനല്ലേ. സ്തോത്രം. അപ്പൊ ഞാൻ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് യാത്രയൊക്കെ ചെയ്യുമ്പോൾ തുറന്ന് എന്ത് ചെയ്യും, പറയും. ലൈവ് പോവോ അല്ലേ? ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു തീ പോലും ഇങ്ങനെ വന്നു, പിന്നീട് അത് കണ്ട ഞാൻ. സ്തോത്രം. ഇപ്പൊ കൂടെ നിൽക്കുന്ന ഒരു ദൈവദാസനോട് ഇപ്പം ആ ചർച്ചിലെ പാസ് എന്ന എനിക്ക് ആ ചർച്ചിൽ വരുന്ന സകല വിശ്വാസികളെയും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്ന ആളോട് എന്ത് പറയും? ആ വ്യക്തിയെ ഒന്ന് ശ്രദ്ധിക്കണം, ഈ വ്യക്തിയെ ഒന്ന് ശ്രദ്ധിക്കണം, അവരോട് അത്ര അങ്ങോട്ട് എന്ത് ചെയ്യരുത്, അടിക്കരുത്, ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണം എന്നൊക്കെ പറയുകയും അയച്ചു കൊടുക്കുകയും ചെയ്ത മെസ്സേജ് ഇദ്ദേഹം ഇതുപോലെ അവർക്ക് ഫോർവേഡ് ചെയ്തു. ഇങ്ങനുണ്ട് പരിപാടി. നല്ലതല്ലേ? സ്വത്രം പറഞ്ഞാട്ടെ, നല്ല സ്വഭാവമല്ലേ? രക്തത്താൽ ജയമെടുക്കുകയാണ്. സ്തോത്രം. അപ്പൊ അവരൊരു അവസരം കിട്ടുമ്പോൾ ഈ മെസ്സേജ് എന്നെ കേൾപ്പിക്കാതിരിക്കുക. ഇനി പ്രൈസ് ഗാഡ്. ദൈവമക്കൾ മനസ്സിലാക്കുക, അവൻ പുറമേ കാണുന്ന പോലല്ല ആരും. അടുക്കുമ്പോൾ അറിയാ തനി സ്വഭാവം. രക്തത്താൽ ജയമെടുക്കുക. ഞാനിവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് എന്തായാലും പ്രാരംഭ സെക്ഷൻ ആണല്ലോ, ആത്മാവിന്റെ ഒരു ഒരുക്കത്തിലേക്ക് പോകട്ടെ, കർത്താവ് അങ്ങനെ നിയോഗിക്കുന്നത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറയാം, സ്തോത്രം, ഒരിക്കലും ആത്മീക ജീവിതത്തിൽ അഭിനയിക്കരുത്, ദൈവസ്നേഹം അഭിനയിക്കരുത്,
ആത്മാർത്ഥത അഭിനയിക്കരുത്. ദൈവം ഒട്ടും അത് പൊറുക്കത്തില്ല, ദൈവം ഒട്ടും അത് ക്ഷമിക്കത്തില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് അവ കപടഭക്തിക്കാരെ എന്ന്. അവ ഭക്തരുണ്ട്, അഭക്തരുണ്ട്, കപടഭക്തിയുണ്ട്. അവ യേശു കർത്താവ് അഭക്തരെ നോക്കിയല്ല പറഞ്ഞത്, വെള്ള തേച്ച ശവക്കല്ലറിയുന്ന കപടഭക്തിക്കാരെ നോക്കിയാ പറഞ്ഞത്. കപടഭക്തി മനസ്സിലാക്കുക ഇച്ചിരി പാടാ. എത്ര വെളിപ്പാട് വിവേചനമുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാര്യങ്ങൾ അടുത്ത് വരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. പറഞ്ഞത് മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. കണ്ടോ പ്രിയരെ, ഒരു വീട്ടിനകത്ത് ജനിക്കപ്പെട്ട അപ്പനും മോനുമാണെങ്കിൽ ഏകദേശം അവര് തമ്മിലൊരു ധാരണയുണ്ട്. അവരുടെ സ്വഭാവങ്ങളെ കുറിച്ച് അവർക്കൊരു ബോധ്യമുണ്ട്. അവർ രണ്ട് വീട്ടിൽ ജനിച്ചവർ, രണ്ട് സ്വഭാവത്തിൽ ജനിച്ചവർ, രണ്ട് സംസ്കാരത്തിൽ ജനിച്ചവർ, രണ്ട് പശ്ചാത്തലത്തിൽ ജനിച്ചവർ. കണ്ടോ, ഏകദേശം 10 വർഷക്കാലം അപ്പനും മോനെ പോലെ നടന്നെങ്കിൽ അതിന്റെ പിൻപിൽ അവര് കൊടുത്ത വില എന്താ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇന്ന് പകൽ നിങ്ങളെ ആത്മാവിൽ പ്രബോധിപ്പിക്കുന്നു. ഒരു ശക്തമായ ആത്മീക ബന്ധം കർത്താവുമായിട്ടുണ്ടാകണം. ഒരു ശക്തമായ ആത്മീക ബന്ധം കർത്താവുമായിട്ടുണ്ടാകണം. ഒരു ശക്തമായ ബന്ധം അഭിഷക്തനും കുടുംബവുമായിട്ട് ഉണ്ടാകണം. ഒരു ശക്തമായ ബന്ധം തമ്മിലുള്ള വിശ്വാസ സമൂഹങ്ങളുമായിട്ടുണ്ടാകണം. ഇതൊക്കെ ആത്മപകർച്ചയ്ക്കൊരു മുഖാന്തരമാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം അറിയാവുന്ന വാക്യമാ, അറിയാവുന്ന ഭാഗമാ. എങ്കിലും ആമേനൊരു വെളിപ്പാട് അവിടെ കിടക്കുന്നല്ലോ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തന്റെ ദാസൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും മതി ശ്രദ്ധിക്കുക. ആ 1-ാം വാക്യത്തിനകത്ത് സ്തോത്രം നിങ്ങൾ കാണൂ. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. ആർക്ക്? അവൻ അത് തന്റെ ദൂതന്മാർ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് ദൈവം ക്രിസ്തുവിലൂടെയും ക്രിസ്തു ദൂതന്മാരിലൂടെയും ദൂതന്മാരിൽ നിന്ന് യോഹന്നാനിലേക്കും അത് വെളിപ്പെടുക. ആ ഓർഡർ, ആ സ്പിരിച്വൽ ഓർഡർ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം, ക്രിസ്തു, ദൂതന്മാർ, യോഹന്നാൻ. നിങ്ങൾ കേട്ടെ, ദൈവത്തിന് നേരിട്ട് യോഹന്നാനിലൂടെ അത് സഭയ്ക്ക് വെളിപ്പെടും. യോഹന്നാനിലൂടെ അത് സഭയ്ക്ക് കൈമാറി. കേട്ടെ, ദൈവത്തിന് നേരിട്ട് ഈ കാര്യങ്ങൾ സഭയ്ക്ക് വെളിപ്പെടുത്തിയാൽ പോരായിരുന്നു, മതിയായിരുന്നു. പക്ഷെ ദൈവം നേരിട്ടല്ല ഇത് സഭയ്ക്ക് വെളിപ്പെടുത്തിയത്. സ്തോത്രം. ക്രിസ്തു പോട്ടെ, അവൻ ദൂതന്മാർ പോട്ടെ, അതെല്ലാം പോട്ടെ, പക്ഷേ അവ യോഹന്നാൻ എന്ന ദൈവ മനുഷ്യനിലൂടെ ദൈവം അത് സഭയ്ക്ക് വെളിപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ആത്മീക ബന്ധം സ്ട്രോങ് ആണെങ്കിൽ മേളി എന്നുള്ള ഒഴുക്ക് കറക്റ്റായിട്ട് വെളിപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. കൂട്ടു സഹോദരനോട് മിണ്ടാതെ, ഭർത്താവിനോട് മിണ്ടാതെ, ഭാര്യയോട് മിണ്ടാതെ, സഹോദരങ്ങളോട് മിണ്ടാതെ, തമ്മിൽ ദൈവസ്നേഹമില്ലാതെ പുതിയ എണ്ണ തേപ്പിക്കണമെന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. പരിപാടി നടക്കത്തില്ല, പകർച്ച നടക്കത്തില്ല, ഒഴുക്ക് നടക്കത്തില്ല, കയ്യടി നടക്കും, അന്യഭാഷ നടക്കും, എല്ലാം നടക്കും. പക്ഷെ ശരിയായ ദൈവാത്മാവിന്റെ ഒരു പകർച്ച എന്നിലും നിങ്ങളിലും സംഭവിക്കില്ല. യേശുവിന്റെ നാമത്തിൽ എത്ര പേര് ഇന്ന് പകൽ കൊതിക്കുന്നുണ്ട്, അഭിഷക്തന് ദൈവം കൊടുത്ത വെളിപ്പാട് പോലെ അവ പുതിയ എണ്ണ എന്നെ തേപ്പിക്കണമേ, അവ പുതിയ എണ്ണയുടെ പകർച്ച എന്റെ മേൽ ദിവസങ്ങൾ അയക്കണമേ എന്ന് അവ കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ആ ഒരു ബോധ്യം ഇന്ന് പകൽ നമ്മുടെ അകത്ത് ശക്തമായി വ്യാപരിക്കട്ടെ. കണ്ടോ, ഇവർ രണ്ടുപേരും അപ്പനും മകനും എന്ന ബന്ധത്തിനകത്ത് ചില വർഷങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഏലിയാവ് ചോദിച്ചത്, പറ എന്തോ ചെയ്യണമെന്ന്. നമുക്ക് ബന്ധമൊന്നുമില്ല. നമ്മളിൽ പലരും വിശ്വാസത്താലൊക്കെ പറയാ, കർത്താവേ നീ എനിക്ക് ചെയ്തു തന്നതിനാൽ കൂടെ ഉണ്ടോ? നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലായോ? എന്തുവാന്ന്
വിശ്വാസത്താൽ നമ്മൾ പറയുക കാര്യം, പറവിശ്വാസത്താൽ അങ്ങനെ പറഞ്ഞ് നമ്മൾ വിശ്വാസത്താൽ പറയാ, കർത്താവേ നീ എനിക്ക് ചെയ്തു തന്നതിനാൽ. കീറിയം അടിച്ചു നമ്മൾ ഈ 21 നീ എനിക്ക് ചെയ്ത് തന്നതിനാൽ. കഴിഞ്ഞ 21 പറഞ്ഞു, ഈ 21 പറയും, അടുത്ത 21 പറയും. മനസ്സിലാക്കിക്കോ. സ്തോത്രം. ഇവിടെ ബന്ധം കറക്റ്റ് ആയിരുന്നു. 10 വർഷം അപ്പൻ മകൻ ബന്ധത്തിലാ പോയത്. അപ്പോൾ കൈമാറേണ്ട സമയമായപ്പോൾ, കൊടുക്കേണ്ട സമയമായപ്പോൾ അപ്പൻ മോനോട് ചോദിക്കുക, പറമോനെ എന്താ നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് ഞാൻ? യേശുവിന്റെ നാമത്തില് ഇന്ന് പകൽ ഒരു കാര്യം പോലും നീ അപ്പനോട് ചോദിച്ചില്ലെങ്കിലും അവൻ ചിലത് ചെയ്തു തരത്തക്ക നിലയിൽ അപ്പൻ നിന്നോട് ചോദിക്കുന്ന സമയമാണ്. അപ്പൻ നിന്നോട് ഇടപെടുന്ന സമയമാണ്. പറ, നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? നിന്റെ തലമുറ വിഷയത്തിൽ ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? നിന്റെ കുടുംബ വിഷയത്തിൽ ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? നിന്റെ സഭയുടെ വിഷയത്തിൽ ഞാൻ എന്താ ചെയ്തു തരേണ്ടത് എന്ന് കർത്താവ് നമ്മളോട് അവൻ ചോദിക്കത്തക്ക രീതിയിലുള്ള ഒരു വലിയ വിടുതലാണ് ഈ ദിനങ്ങളിൽ നമ്മുടെ മേൽ സംഭവിക്കപ്പെടേണ്ടത്. അതങ്ങനെ കൊതിക്കുകയും അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്ത ദൈവമക്കൾ കരങ്ങൾ അടിച്ച് അല്പസമയങ്ങൾ ശക്തിയോടെ വായികൾ തുറന്ന് കർത്താവിനെ സ്തുതിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിനെ മറ്റൊരു മേഖലയിൽ ശക്തമായി നിയോഗിക്കുക. അതുകൊണ്ട് പകൽ ഞാൻ വളരെ ശക്തമായി പറയുന്നു, ഈ ദൈവസഭയ്ക്കകത്ത് കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, അവൻ സ്തോത്രം, നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു അഭിഷക്തനാണ് കർത്താവിന്റെ ദാസൻ കുടുംബം. രക്തത്താൽ ജയമെടുക്കുകയാണ്. സ്തോത്രം. എന്നിലൂടെ കൈമാറാത്തത് അദ്ദേഹത്തിലൂടെ നിങ്ങളുടെ മേൽ കൈമാറ്റം ചെയ്യപ്പെടും. അവ ഈ സഭയ്ക്കകത്ത് ഞങ്ങൾക്കുള്ള പരിധിയും പരിമിതിയുമല്ല അദ്ദേഹത്തിലുള്ളത്. അവ കാരണം അങ്ങനെ ഒരു ആത്മതലത്തിലാണ് അവ സഭയ്ക്കകത്ത് ദൈവം തന്നെ നിർത്തിയേക്കുന്നത്. രക്തത്താൽ. ഇത് പിശാചിനറിയാം. അതുകൊണ്ട് കൊട്ടാരക്കരയിൽ വന്ന ബിന്നി ജോൺ പാസ്റ്ററോട് അവ എതിർത്തു നിൽക്കാൻ പിശാച് നമ്മളെ പ്രേരിപ്പിക്കുന്നതിനേക്കാൾ അവ ഒഴുക്ക് നടക്കേണ്ട ശരിയായ ബന്ധത്തിൽ നിന്ന് നിന്നെ അകറ്റി നിർത്താനുള്ള അതിശക്തമായ പോരാട്ടം ആത്മതലത്തിനകത്ത് ഉയർന്നു വരും. അവ കേട്ട വാക്കുകൾ നിമിത്തമാകാം, അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് നിമിത്തമാകാം, മറ്റുള്ളവർ പറഞ്ഞു തന്ന വാക്കുകൾ നിമിത്തമാകാം. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, അത് പൊട്ടിയാൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഞാൻ എന്റെ ചർച്ചിൽ പറയുന്ന ഒരു കാര്യം നിങ്ങളോട് പറയാം. ഞാൻ ചർച്ചിൽ പറയുന്ന കാര്യം, നിങ്ങൾ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരുമ്പോ എന്നെ ഉൾക്കൊള്ളാൻ, എന്നെ അംഗീകരിക്കാൻ, എന്നോട് എൻ്റെ ദർശനത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയാതെ ഒരു റിബല്യസ് മൈൻഡ് നിൽക്കുന്ന ആരും എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരരുത്. കാര്യം, എൻ്റെ പ്രാർത്ഥന ഏക്കത്തില്ല. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? എൻ്റെ പ്രാർത്ഥന ഏക്കത്തില്ല. ചുമ്മാതെ പ്രാർത്ഥിക്കാവുന്നേ ഉള്ളൂ. എൻ്റെ പ്രാർത്ഥന ഏക്കത്തില്ല. പക്ഷെ ആ ബന്ധത്തിൽ നിന്ന് നീ മുട്ടുകുത്തി നോക്കിക്കോ. രക്തത്താൽ ജയമെടുക്കുകയാണ്. പക്ഷെ ഞാൻ ഈ ദിവസങ്ങളിൽ സഭയിൽ കണ്ടൊരു ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ കൈവച്ചപ്പോൾ തന്നെ അവൻ കൃത്യമായ ദൂത് വെളിപ്പെട്ട ചില വ്യക്തികൾ, ഞാൻ കൈവച്ചപ്പോൾ തന്നെ അസാധാരണമായ വിടുതലുകൾ നടന്ന പല വ്യക്തികൾ, അവൻ ഒരു സമയം കഴിഞ്ഞപ്പോൾ പൈശാചികൻ അവരുടെ മനസ്സിനെ വഞ്ചിച്ചിട്ട് തെറ്റിദ്ധാരണകളിലൂടെ ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവരെ അകറ്റി. പക്ഷെ അപ്പോഴും ഒരു സഭയിലുണ്ട്, അപ്പോഴും എന്നെ പാസ്റ്റർ എന്ന് വിളിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ആത്മാവിൽ സെൻസ് ചെയ്യാൻ പറ്റും, അവർക്ക് എന്നോട് പഴയ ആ ഒരു ആത്മബന്ധമില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചതറിയോ? ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ഒറ്റ പ്രാർത്ഥന ഏക്കത്തില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൂതും വെളിപ്പെടുന്നില്ല. ബിന്നി ജോൺ പാസ്റ്റർ അഭിഷേകം കുറഞ്ഞതുകൊണ്ടല്ല, കൃപാവരം കുറഞ്ഞതുകൊണ്ടല്ല, മർമ്മം പിശാചിന് മനസ്സിലായി. മർമ്മം പിശാചിന് മനസ്സിലായി. ഇത് ബ്രേക്കായാൽ ചില വിടുതലുകളുടെ ഒഴുക്ക് ബ്ലോക്ക് ആകുന്നു ശത്രുവിനെ മനസ്സിലായി. എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട് പ്രിയരെ? അവൻ നിങ്ങളെല്ലാവരും ഇവിടെ വരിക്കലും നിന്ന് നിങ്ങളുടെ തലയെ കൈവച്ച് അവൻ ഞാൻ പ്രാർത്ഥിച്ചാലും സ്തോത്ര നിങ്ങളുടെ ദൈവദാസൻ പ്രാർത്ഥിക്കുന്നത് പോലെ ആകത്തില്ലെന്നേ.
ഒരിക്കലും ആകത്തില്ല. അങ്ങനെയാണ് അതിന്റെ ആഴമെന്ന് പറയുന്നത്. അവൻ സ്തോത്രം, അദ്ദേഹത്തിന് നിങ്ങളോടുള്ള പെയിൻ ഒരിക്കലും എനിക്ക് നിങ്ങളോട് ഉണ്ടാകത്തുമില്ല. രക്തത്താൽ ജയമെടുക്കുകയാണ്. അതാ അതിന്റെ ബന്ധത്തിന്റെ ആധികാരികത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ എനിക്കറിയത്തില്ല എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ പരിശുദ്ധാത്മാവിൽ വളരെ വ്യക്തമായി വെളിപ്പാട് നിന്നുകൊണ്ട് ഈ ദൂത് ഞാൻ പറയുകയാണ്. ബന്ധത്തിൽ നിൽക്കാമെങ്കിൽ നിനക്ക് ധൈര്യത്തോടെ ചിലത് ചോദിക്കാം. ധൈര്യത്തോടെ ചോദിക്കാം. ഇത് എന്റെ അവകാശമാണ്, ഇതെന്റെ അവകാശമാണ്. ഞാൻ മകന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് അപ്പാ പിതാവ് എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ എനിക്ക് നൽകിയത് കൊണ്ട് ഇതെന്റെ അവകാശമാണ്. അവകാശത്തിലേക്ക് വരത്തക്ക രീതിയിൽ ഒരു ബന്ധമില്ലെങ്കിലും അവൻ കനാന്യ സ്ത്രീ സ്തോത്രം അപ്പനുറുക്കിനു വേണ്ടി അപേക്ഷിച്ചപ്പോൾ അവകാശത്തിലേക്ക് വരാനുള്ള ബന്ധമില്ലാതെ പോയിട്ടും അവളുടെ ലൈഫിനകത്ത് അസാധാരണ കാര്യങ്ങൾ തമ്പുരാൻ ചെയ്തെങ്കിൽ അവകാശത്തിനകത്ത് നിന്നുകൊണ്ട് ഇന്ന് മകൾ പ്രാർത്ഥിച്ചു നോക്കാം. ആത്മാവിൽ തിരിച്ചറിയുന്നവർ ദൈവത്തെ സ്തുതിക്കണം. അവൻ സ്തുതിക്കാമെന്ന് പറയുമ്പോൾ സ്തുതിക്കുന്നതല്ല, അടിക്കാമെന്ന് പറയുമ്പോൾ കൈയടിക്കുന്നതല്ല. ഇന്ന് മകൾ വചനം നിന്റെ അന്തരാത്മാവിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെന്നിട്ട് ഇന്ന് പകൽ ആത്മസാന്നിധ്യത്തിൽ എനിക്ക് അവിടുന്ന് മാറാൻ പറ്റുന്നില്ല. ആ മണ്ഡലത്തിൽ നിന്ന് എനിക്ക് അങ്ങോട്ട് മാറാൻ പറ്റുന്നില്ല. രക്തത്താൽ ജയമെടുക്കുകയാണ്. ആത്മാവിനോട് വീണ്ടും ശക്തമായി പറയുകയാണ്. അവൻ ഇവിടെ തുടക്കക്കാരനായി വന്ന സമയത്ത് നിനക്കുണ്ടായിരുന്ന ആത്മബന്ധവും നിനക്കുണ്ടായിരുന്ന ആത്മാർത്ഥതയും ഒന്നുകൂടെ പറയുകയാണ്. കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഇറങ്ങി തിരിച്ച ആദ്യ സമയത്ത് കർത്താവിനോട് നിനക്കുണ്ടായിരുന്ന ബന്ധവും ആത്മാർത്ഥതയും ഇന്നും ഉണ്ടോ? പഴക്കത്തിനനുസരിച്ച് ബന്ധത്തിന്റെ തീവ്രത കുറഞ്ഞു. ഹല്ലേലൂയ. ഒന്ന് പരിശോധിക്കാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. അന്ന് നീ വന്നിരിക്കുമ്പോഴേ കണ്ണു നിറയുമായിരുന്നു. അന്ന് നീ വന്നിരിക്കുമ്പോഴേ കരങ്ങൾ അറിയാതെ അടിക്കുമായിരുന്നു. അന്ന് നീ വന്നിരിക്കുമ്പോഴേ ഇടവും വലവും നോക്കാതെ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴോ എന്റെ കൂടെ ഉണ്ടോ? ഇപ്പോഴോ നമ്മൾ ഈ ബന്ധമൊക്കെ ഒപ്പിച്ച് വരുമ്പത്തേന് 21 തീർന്നു. നമ്മൾ ഈ ബന്ധമൊക്കെ ഒപ്പിച്ച് വരുമ്പത്തേന് എത്ര തീർന്നതാണ്? 21. സ്തോത്രം. ഞാൻ ഇന്നലെ ചർച്ചയിൽ പ്രസംഗിച്ചപ്പോ ഈ അബ്രഹാം യാഗസ്ഥലത്തേക്ക് പോകുമ്പോ അബ്രഹാമിന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്ന? ഒന്നുമില്ലായിരുന്നു. എന്തുണ്ടായിരുന്നു? കത്തി ഉണ്ടായിരുന്നു, വിറകുണ്ടായിരുന്നു, ഇസഹാക്കുണ്ടായിരുന്നു, തീ ഉണ്ടായിരുന്നു, തീ ഉണ്ടായിരുന്നു. അല്ലേ? കേട്ടെ. ഇതിൽ 3 ദിവസത്തെ യാത്രയാണ്. 3 days യാത്ര. ഈ യാത്രയിൽ യാഗസ്ഥലം വരെ എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം ഇതിനകത്ത് കൃപയുള്ളവരുമാണ്. യാഗസ്ഥലം വരെ എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളത് എന്താ? തീ. സ്വതന്ത്രം. മറ്റേ കത്തി കുഴപ്പമില്ല, എവിടെയെങ്കിലും വെച്ച് വിറകും കുഴപ്പമില്ല, ഇസഹാക്കും കുഴപ്പമില്ല. പക്ഷെ ഈ തീ എത്തിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യം അല്ല. സ്തോത്രം. ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. സ്തോത്രം. ഒരു തീപ്പെട്ടിയായിട്ട് പോയിട്ട് അവിടെ ചെന്ന് വേണമെങ്കിൽ കത്തിച്ച് ഒരു യാഗം ദൈവത്തിന് ചെയ്യാമായിരുന്നു. മിക്ക യാഗങ്ങളും നമ്മൾ ഏലിയാവിന്റെ ഒക്കെ യാഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ തീയൊന്നും കൊണ്ടുപോകണ്ട, പ്രാർത്ഥിച്ചോണ്ടാ മതി, സ്വർഗത്തിൽ നിന്ന് തീയും. പക്ഷെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു വീട്ടിൽ നിന്ന് കൊണ്ടുപോകണമെന്ന്. അപ്പൊ വീട്ടിൽ എന്ത് വേണം?
വീട്ടിൽ എന്ത് വേണം? തീ വേണം. സ്തോത്രം. അപ്പൊ ഇതെങ്ങനെ ഈ തീ കൊണ്ടുപോയി? എന്തുവായി തീ? ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആ ചൂട്ടൊക്കെ കെട്ടി ഇങ്ങനെ പോകുന്ന ഒരു പരിപാടിയല്ല. അന്ന് ദീർഘദൂര യാത്രയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതൊരു സൈസ് ഒരു ഉമി പോലൊരു സംഭവമാണ്. തീയുടെ ഒരു ഉമിയാണ്. ഇതിനകത്ത് തീയിട്ട് പുകയ്ക്കുന്നൊരു സംഭവമാണ്. അത് മൺപാത്രത്തിലോ ഏതെങ്കിലും ലോഹപാത്രത്തിനകത്തോ ഈ ഉമിയിട്ട് കത്തിച്ചിട്ട് ഇതിൻ്റെ മൂടി അടയ്ക്കും. മൂടി അടച്ചിട്ട് ഇത് കൊണ്ടുപോകും. പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ശ്രദ്ധിക്കും. അത് തീ കുറയുന്നതിനനുസരിച്ച്, ഇതിൻ്റെ കനൽ കുറയുന്നതിനനുസരിച്ച്, പുകച്ചിൽ കുറയുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ ചില്ലിക്കമ്പുകളൊക്കെ ഇതിനകത്ത് വെച്ച് ഇത് വീണ്ടും എന്ത് ചെയ്യും? ചെറിയ രീതിയിൽ കത്തിക്കും. അങ്ങനെ വളരെ പാടുപെട്ടാണ് ഈ തീ എന്ത് ചെയ്യുന്നത്? കൊണ്ടുപോകുന്നത്. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? രക്തത്താൽ ജയമെടുക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇറങ്ങി തിരിച്ചപ്പോൾ ഉണ്ടായിരുന്ന തീ യാഗസ്ഥലത്തും ഉണ്ടായി. ദൂത് മനസ്സിലായവർക്കായി സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് അബ്രഹാം ധൈര്യത്തോടെ പറഞ്ഞത് യഹോവ ഈരയെന്ന്. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഇറങ്ങി തിരിച്ച വീട്ടിനകത്തു നിന്ന് വെളിപ്പെട്ട തീ വഴിയിൽ കെട്ടുപോകാൻ ഒത്തിരി സാധ്യതകൾ ഉണ്ടായിരുന്നിട്ട്, ഹല്ലേലൂയ, കെട്ടുപോകാത്ത വിധത്തില് ആ തീയെ യാഗസ്ഥലം വരെ എത്തിക്കുവാൻ അബ്രഹാം കൊടുത്തൊരു വിലയുണ്ട്. ആ വിലയെ ദൈവം കാണാതിരുന്നില്ല. ആ വിലയെ ദൈവം മാനിക്കാതിരുന്നില്ല. ഈ ദിവസങ്ങളില് നമ്മളിൽ വ്യാപരിക്കപ്പെടുന്ന ആത്മാവിന്റെ അഗ്നി നിലനിർത്തുക എന്ന ഒരു വലിയ ഉത്തരവാദിത്വം നമ്മുടെ മേൽ ഉണ്ടെന്നൊരു ബോധ്യം ദൈവാത്മാവ് ഞാൻ തരികയാണ്. നമ്മുടെ മേൽ കത്തിത്തുടങ്ങുന്ന ആത്മാവിന്റെ തീ, നമ്മുടെ മേൽ ഒഴുകി വരുന്ന ആത്മാവിന്റെ എണ്ണയുടെ പകർച്ച 21 തീർക്കാനല്ല, അതിനെ നിലനിർത്തത്തക്ക രീതിയിലുള്ള ഒരു പുതിയ ആത്മതലത്തിലേക്ക് ഇന്ന് പകൽ ചിലരെ കൊണ്ടുവരാൻ, സഭയെ കൊണ്ടുവരാൻ പരിശുദ്ധ ആത്മാവ് ഈ പകൽ ആഗ്രഹിക്കുന്നു. അത് ഏറ്റെടുക്കുന്ന ദൈവമക്കള് അതിശക്തിയോടെ ഈ പകൽ പ്രാർത്ഥിക്കട്ടെ. അതുകൊണ്ടാണ് വഴിയാത്രയുടെ ഒരു ഭാഗത്തെത്തിയപ്പോൾ ഇസഹാക്ക് നോക്കി തീയുണ്ടോന്ന്. അതുകൊണ്ട് ഇസഹാക്ക് ചോദിച്ചേ, അപ്പാ വിറകുണ്ട്, തീയുണ്ട്, യാഗവസ്തു എവിടെ? എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. വഴിയാത്രയില് അവൻ മകനായ ഇസഹാക്ക് ഇടയ്ക്ക് നോക്കി തീ ഉണ്ടോന്ന്. അപ്പോൾ ഇസഹാക്ക് മനസ്സിലായി തീ ഉണ്ടെന്ന്. അവൻ ഇന്ന് പകൽ ഞാൻ ദൈവാത്മാവിൽ പറയുകയാണ്, അവൻ ചിലത് നഷ്ടപ്പെടുത്തി കളയാൻ, ചിലതിനെ ഇല്ലാതാക്കി കളയാൻ, ചിലതിനെ കെടുത്തി കളയാൻ ഉയർന്നു വരുന്ന പോരുകളുടെ വടിവില് അതിനെ നിലനിർത്തുന്ന അവ അബ്രഹാമുമാരുണ്ടെങ്കിൽ നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നല്ല രാമൻ ശക്തിയോടെ പറ. സ്തോത്രം. അപ്പൊ ഈ ആ സ്ഥലം വരെ ഇത് എത്തിച്ചു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ വരെ ഈ സാധനം എത്തിക്കാൻ. 3 ദിവസത്തെ യാത്ര. 3-ാം ദിവസം ദൂരെ നിന്ന് ആ സ്ഥലം എന്ത് ചെയ്തു? കാണിച്ചു. ആ കണ്ട സ്ഥലത്തിലേക്കുള്ള അടുത്ത ചെറിയ യാത്ര. അവിടെ ചെല്ലുന്നു, യാഗപീഠം പണിയുന്നു, ആബീൻ വിറകൊക്കെ അടുക്കുന്നു, ഇസഹാക്കിനെ കെട്ടിക്കിടത്തുന്നു. സ്തോത്രം. അപ്പോഴും ആ തീ അവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പിന്നീട് അവിടെ സംഭവിച്ച് നമുക്കറിയാം. ഇസഹാക്കിന് പകരമായി ആട്ടിൻകുട്ടിയെ യാഗമാക്കുന്നു. ഈ കൊണ്ടുപോയ തീ അവിടെ കത്തുന്നു. രക്തത്താൽ ജയമെടുക്കുകയാണ്. സ്തോത്രം. ആ തീയാണ് പിന്നത്തേതിൽ ഒരു വലിയ ചരിത്രമായത്. ഏതാ ചരിത്രം എന്നറിയോ? ദൈവജനം പഠിക്കുന്നവർക്കറിയാം. ഈ മോറിയ മലയിലാണ് ശലോമോൻ ആലയം പണിതത്. എന്തോ പണിതത്? ശലോമോൻ എന്തോ പണിതത്?
ആലയം പണിതത്. ഈ മോറിയ മലയിലാണ് ശലോമോൻ ആലയം പണിതത്. സ്തോത്രം. ശലോമോൻ ആലയം പണിത് അവൻ ദൈവസന്നിധിയിൽ ശക്തമായി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ തേജസ് ആലയത്തിനകത്തേക്ക് ഇറങ്ങി അതിനെ നിറച്ചെന്ന്. രക്തത്താൽ ജയമെടുക്കുകയാണ്. അന്നൊരപ്പൻ തീ അവിടെ എത്തിക്കാൻ കൊടുത്ത വിലയുടെ ഫലമാണ് അവൻ പിന്നത്തേതിൽ വലിയ ദൈവ സാന്നിധ്യം, ദൈവ തേജസ് ആലയത്തിൽ ഇറങ്ങത്തക്ക രീതിയിൽ പുരോഹിതന്മാർക്ക് പോലും നിൽക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള അസാധാരണമായ ഒരു ദൈവമഹത്വത്തിന്റെ നിറവ് അവിടെ വ്യാപരിക്കപ്പെട്ടതിന്റെ പിൻപിലെ ചരിത്രം എന്തെന്നറിയാമോ? ഒരപ്പൻ തീ അണയാൻ അവ ഇടവരാത്ത വിധത്തില് ആ തീയെ അവിടെ എത്തിച്ചത്. ജീസസ് നെയിം. സ്തോത്രം. രക്തത്താൽ ജയമെടുക്കുകയാണ്. സ്തോത്രം. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് ആ മോറിയ പർവ്വതത്തിൽ ശലോമോൻ മനോഹരമായ രീതിയിൽ 7 വർഷങ്ങൾ കൊണ്ട് സ്വർണക്കല്ലും വെള്ളക്കല്ലും മാർബിളുമായിട്ടൊക്കെ വളരെ വിലയേറിയ വസ്തുക്കൾ കൊണ്ട് ആലയം പണിതു എന്നത് സത്യമാണ്. പക്ഷേ ഇങ്ങനൊരു വലിയ വിശാലതയേറിയ അനുഭവത്തിൽ അവയെല്ലാവരും കാണത്തക്ക രീതിയിൽ ദൈവ തേജസ് ഇറങ്ങി നിൽക്കുന്ന മനോഹരമായ ഒരാലയം അവിടെ ഉയർന്നതിന്റെ പിൻപിൽ ഒരു ചെറിയ തീയുണ്ട്. രക്തത്താൽ ജയമെടുക്കുകയാണ്. ആ തീയാണ് അബ്രഹാം 3 ദിവസം ചുമന്നോട് കിടന്ന തീ. ഹല്ലേലൂയ. കെട്ടുപോകാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും അവ കെടുത്തിക്കളയാതെ നിലനിർത്തുവാൻ ആ ഭക്തനെടുത്ത റിസ്കിനായി, ആ ഭക്തനെടുത്ത വിലയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ആന്റിമാരോട് ഞാൻ ആത്മനിയോഗത്തോടെ പറയുകയാണ്, നിങ്ങളുടെ മേൽ വ്യാപരിക്കപ്പെടുന്ന ഈ അഗ്നിയുണ്ടല്ലോ, ഇത് മരണം വരെയും നിലനിർത്താമെങ്കിൽ കുടുംബങ്ങളുടെ അകത്ത് ഇതൊരു വലിയ ചരിത്രമാക്കി മാറ്റാൻ, ഇതൊരു വലിയ അത്ഭുതമാക്കി മാറ്റാൻ, തലമുറയുടെ കാലഘട്ടങ്ങളില് ഇതിനകത്ത് വ്യാപരിക്കപ്പെടുന്ന ദൈവത്തിന്റെ മഹത്വത്തെ അസാധാരണമായി കാണിക്കാൻ എന്റെ തമ്പുരാൻ വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. മടങ്ങി വരികയാണ്, വേഗത്തിൽ മടങ്ങി വരികയാണ്. രക്തത്താൽ ജയമെടുക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് എലീശ ചോദിക്കുന്നത്, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ആത്മീക അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഏലിയാവിൻ്റെ ഒരാത്മീക പാരമ്പര്യം ഏറ്റെടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു എലീശ എന്നാണ് അതിൻ്റെ അർത്ഥം. കേൾക്കണം. ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് അല്ല നമ്മൾ പറയുന്നത്, തെറ്റാണ്. ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എലീശയുടെ മേൽ പകർന്നതുപോലെ അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക്, ആരുടെ? ദൈവത്തിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എൻ്റെ മേൽ പകരണമെന്നൊക്കെ പറയുന്ന ആന തെറ്റാണ്, തെറ്റാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് അങ്ങനെ നമ്മുടെ മേൽ തരുന്നേ? ദൈവാത്മാവിന്റെ ഇരട്ടിപ്പങ്ക് അങ്ങനെ നമ്മുടെ മേൽ തരുന്നേ? തെറ്റാണത്. ഇനി അങ്ങനെയാണെങ്കിൽ ഏതാ പരിശുദ്ധ അല്ലെങ്കിൽ അഭിഷേകത്തിന് ഇരട്ടി പങ്കാണ് എലീശയുടെ മേൽ വന്നതെങ്കിൽ ആരാ കരുത്തൻ? കരുത്തൻ ആരാ പറഞ്ഞാട്ടെ. അതിന് ചിലർ പറയുന്നത് ഏലിയാവ് 8 മിറക്കിൾ ചെയ്തു, എലീശ 16 ചെയ്തു. ഏലിയാവ് 8 ചെയ്തു, എലീശ അതുകൊണ്ട് ഇരട്ടി പങ്കിന്റെ അഭിഷേകം വന്നുകൊണ്ട് അങ്ങനെ ചെയ്തേ. ഏലിയാവ് യോർദാനിൽ ശുശ്രൂഷ അവസാനിപ്പിച്ചു, എലീശ യോർദാനിൽ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഏലിയാവിനേക്കാളും മിടുക്കനാരാ? എലീശയാ. ശക്തനാരാ? എലീശയാ. കർത്താവ് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഞാൻ ചെയ്യുന്നുള്ള അധികം നിങ്ങൾ കേട്ടില്ല അല്ലേ? അപ്പോൾ യേശുവിനേക്കാളും മിടുക്കനാരാ? പറഞ്ഞാട്ടെ, യേശുവിനേക്കാളും മിടുക്കനാരാ? നമ്മളാ യേശുവിനേക്കാളും മിടുക്കൻ. കാര്യം യേശു ചെയ്യുന്നതിനേക്കാൾ അധികം അങ്ങനൊന്നും അല്ല എൻ്റെ അർത്ഥം കേട്ടോ. അവൻ കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്യുന്നതിനേക്കാൾ അധികം നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞത്. സ്തോത്രം. ഞാൻ 3.5 വർഷം കൊണ്ട് ചെയ്ത് നിങ്ങൾ 30 വർഷം കൊണ്ട് ചെയ്യും. ഞാൻ 3 പേരെ ഉയർപ്പിച്ചെങ്കിൽ നിങ്ങൾ 30 പേരെ ഉയർപ്പിക്കും. സ്തോത്രം പറഞ്ഞാട്ടെ. അവിടെ ബലവും ബലഹീനതയും നമ്മുടെ ബന്ധമല്ലെന്നേ പ്രിയരെ.
രക്തത്താൽ ജയമെടുക്കുകയാണ്. പിന്നെ എന്താണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്? അവ കേൾക്കണം നിങ്ങൾ. സ്തോത്രം, അവ സ്തോത്രം. ഇവിടെ അങ്ങനെയാണെങ്കിൽ പോലും ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഏലീശയെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. പുതിയ നിയമത്തിലേക്ക് പറഞ്ഞത് മൊത്തം ഏലിയാവിനെ കുറിച്ച് പറഞ്ഞത് അല്ലേ? അപ്പൊ യോഹന്നാസ്നാവിനെ കുറിച്ച് പറഞ്ഞ അവൻ ഏലിയാവിന്റെ ആത്മാവിന്റെ ശക്തിയോടെ വരുമെന്ന അവൻ ഏലിയാവിന്റെ. അപ്പോൾ അതിന്റെ അർത്ഥം അവൻ ഡബിൾ പോർഷൻ അനോയിന്റിങ് അല്ല. ഡബിൾ പോർഷൻ അനോയിന്റിങ് അല്ല അവിടുത്തെ സബ്ജക്റ്റ്. സ്വത്രം പറഞ്ഞാട്ടെ, അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അവ ഏലിയാവ് ചെയ്ത ആ ശുശ്രൂഷയുടെ ആ ആത്മീക പാരമ്പര്യത്തിന്റെ ആ ഒരു കൈമാറ്റം എൻ്റെ മേൽ നടക്കണമെന്ന് ഒരു മകന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഏലിശ അവിടെ പ്രാർത്ഥിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് ഏലിശയ്ക്ക് കിട്ടിയോ? ഏലിയാവിന്റെ ആത്മാവിന് ഇരട്ടി പങ്ക് ഏലിശയ്ക്ക് കിട്ടിയോ? ഏലിയാവിന്റെ ആത്മാവിന് ഇരട്ടി പങ്ക് ഏലിശയ്ക്ക് കിട്ടിയോ? അതെങ്ങനെ കിട്ടുന്നേ? ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് ഏലിശയ്ക്ക് കിട്ടിയോ? നിങ്ങൾ ശ്രദ്ധിച്ചേ, ഏലിശ ഒരു മകന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവൻ ഒരു ആത്മീക അവകാശത്തിന്റെ അധികാരത്തിന്റെ ഒരു കൈമാറ്റത്തിന് വേണ്ടി മകന്റെ സ്ഥാനത്ത് നിന്ന് യഹൂദ പശ്ചാത്തലം വെച്ചുകൊണ്ട്, പഴയ നിയമ പശ്ചാത്തലം വെച്ചുകൊണ്ട് ഇരട്ടി പങ്ക് താൻ ചോദിച്ചു എന്നത് സത്യമാ. പക്ഷേ ഏലിശയ്ക്ക് കിട്ടിയത് ഒരു പുതപ്പ. ഏലിശയ്ക്ക് കിട്ടിയത് എന്താ? ഒരു പുതപ്പ. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഏലിശയ്ക്ക് ലഭിച്ചത് ഒരു പുതപ്പാണ്. കേൾക്കണം, അധികാര ശുശ്രൂഷയുടെ കൈമാറ്റം വേദപുസ്തകത്തിൽ പല രീതിയിലാണ് കാണുന്നത്. അധികാര ശുശ്രൂഷയുടെ കൈമാറ്റം വേദപുസ്തക ചരിത്രത്തിൽ പല രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, ദൈവത്തിന്റെ നേരിട്ടുള്ള നിയമനം. ദൈവത്തിന്റെ നേരിട്ടുള്ള നിയമനം. ദൈവം നേരിട്ട് അധികാരത്തെ കൈമാറുകയും ദൈവം നേരിട്ട് അധികാരത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങൾ ദൈവവചനത്തിനകത്തുണ്ട്. പഴയ നിയമത്തിൽ മോശയ്ക്ക് ദൈവം നേരിട്ടാണ് തന്റെ അധികാരങ്ങൾ എന്ത് ചെയ്തത്? കൈമാറിയത്. നേരിട്ടുള്ള നിയോഗവും നേരിട്ടുള്ള കൈമാറ്റവും അധികാരത്തിന്റെ മേഖലകളിൽ വെളിപ്പെട്ടത് ആ ഒരു അനുഭവത്തിലായിരുന്നു. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ലേയിങ് ഓൺ ഓഫ് ഹാൻഡ്സ്. കൈവെപ്പിനാൽ ലഭിക്കപ്പെടുന്ന ഒരധികാരമുണ്ട്. കൈവെപ്പിനാൽ ലഭിക്കപ്പെടുന്ന ഒരു അധികാരമുണ്ട്. സംഖ്യാപുസ്തകം 27 അവ 18-19 വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. യഹോവ അവൻ മോശയോട് കൽപ്പിച്ചത്, എന്റെ ആത്മാവുള്ള പുരുഷനായി നൂന്റെ മകനായി യോശുവെ വിളിച്ച് അവന്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ ഏലിയാസിന്റെയും സർവ്വസയുടെ മുമ്പാകെ നിർത്തി അവർ കാണുക അവൻ ആജ്ഞ കൊടുക്കുക. കൈവച്ച് അധികാരങ്ങൾ കൈമാറുന്ന മണ്ഡലമാണ്. ഒന്ന്, ദൈവം നേരിട്ട്. രണ്ട്, മോശയെ ദൈവം നേരിട്ടായിരുന്നു, പക്ഷെ യോശുവെ നേരിട്ടല്ല, കൈവെപ്പിനാലാണ്. അവൻ മോശയുടെ കൈവെപ്പിനാലാണ്. മൂന്ന്, വസ്ത്രം പുതപ്പ് കൈമാറിക്കൊണ്ട്. വസ്ത്രം പുതപ്പ് കൈമാറിക്കൊണ്ട്. പുറപ്പാട് 29:29 അഹരോന്റെ വിശുദ്ധ വസ്ത്രവും അവന്റെ ശേഷം അവന്റെ പുത്രന്മാർക്കുള്ളതാകണം. കണ്ടോ, പുറപ്പാട് 29:29 അഹരോന്റെ വിശുദ്ധ വസ്ത്രം അവന്റെ ശേഷം അവന്റെ പുത്രന്മാർക്ക് ഉള്ളത് ആകണം. അപ്പോൾ മൂന്നാമത്, അധികാരം, ശുശ്രൂഷകൾ, ആത്മീക പൈതൃകങ്ങൾ കൈമാറുന്നത് പുതപ്പ് വസ്ത്രത്തിന്റെ കൈമാറ്റത്തോടു കൂടെയാണ്. നാലാമത്തത്, അഭിഷേകത്തിന്റെ എണ്ണ ഒഴിച്ചാണ്. അനോയിന്റിംഗ് വിത്ത് ഓയിൽ. ഇവിടെ പറഞ്ഞതുപോലെ അഭിഷേകത്തിന്റെ എണ്ണ ഒഴിച്ച്. ദാവീദിന്റെ മേൽ പുതപ്പിട്ടല്ല, ദാവീദിന്റെ മേൽ വസ്ത്രമിട്ടല്ല, അവൻ ദാവീദിന്റെ മേൽ കൈവച്ചല്ല, അവൻ ദാവീദിന്റെ മേൽ നേരിട്ടല്ല. പിന്നെയോ ശമൂവേലിനോട് പറഞ്ഞത്, നീ ചെന്ന് കൈവച്ച് അവന്റെ മേൽ അഭിഷേകം പകരുവാനല്ല പറഞ്ഞത്, നീ തൈലക്കൊമ്പിൽ തൈലം നിറച്ച് അവന്റെ അടുക്കൽ ചെന്ന് തൈലം അവന്റെ ശിരസിൽ ഒഴിക്കുക. അഞ്ചാമത്തതാണ് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുമ്പോൾ നഗരത്തിൽ പാർക്കുക. പരിശുദ്ധാത്മാവിനെ കൊടുത്ത് ആ ശുശ്രൂഷയുടെ ആ അധികാരത്തിന്റെ കൈമാറ്റത്തെ പുതിയ നിയമസഭയ്ക്ക് കർത്താവ് കൈമാറുന്നു. പിന്നെ സിംബോളിക്കായിട്ട് ചിലപ്പോൾ എണ്ണ തേച്ചെന്നിരിക്കും,
സിംബോളിക്കായിട്ട് അവ എണ്ണ ചിലപ്പോൾ പ്രാർത്ഥിച്ച് തന്നിരിക്കും. അതൊക്കെ ഒരു സിംബോളിക്കായിട്ട് നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അവ സിംബോളിക്കിനല്ല പ്രാധാന്യം. കാര്യം അവ സകലത്തിന്റെ പൊരുളായ പരിശുദ്ധാത്മ വെളിപ്പെട്ടതോട് കൂടെ സിംബോളിക്കിന് പ്രാധാന്യമില്ല. അവ സ്തോത്രം, അതിനേക്കാൾ വലിയ പ്രാധാന്യം വെളിപ്പെട്ടിരിക്കുക. പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം പ്രിയരെ. അവ ഏലിയാവിനോട് ആവശ്യപ്പെട്ടത്, സ്തോത്രം, തന്റെ ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് അവൻ ആവശ്യപ്പെട്ടത്, അവ ഏലിയാവിൽ നിന്നൊരു ശുശ്രൂഷയാണെങ്കിൽ, ഏലിയാവിൽ നിന്നുള്ള ഒരു ആത്മീക അധികാരത്തിന് നിയോഗമാണെങ്കിൽ, അവൻ അതിന്റെ കൈമാറ്റത്തിലേക്ക് അവനെ സ്വർഗം നടത്തുമ്പോൾ അത് കൈമാറിയത് ഒരു പുതപ്പ് കൊടുത്താണ്. ഒരു പുതപ്പ് കൊടുത്ത അതിനെ എന്ത് ചെയ്തത്? കൈമാറിയത്. കരമുയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. രക്തത്താൽ ജയമെടുക്കുകയാണ്. ഇന്ന് ഈ തലമുറയിൽ ഈ സഭയിൽ ഞാൻ ദൈവാത്മാവിൽ ശുശ്രൂഷിക്കുമ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ മേൽ ചിലത് കൈമാറുവാൻ ഞാനിവിടെ എണ്ണ കൊണ്ടുവന്നിട്ടില്ല, ഞാനിവിടെ പുതപ്പ് കൊണ്ടുവന്നിട്ടില്ല. സ്തോത്രം. പിന്നെയോ ഇന്ന് പകൽ ആ കൈമാറ്റം അവ സ്വർഗം നേരിട്ട് ഇതിനകത്ത് അവ ചെയ്യാൻ പോകുന്നത് കൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അത് പരിശുദ്ധാത്മാവെന്ന ആ പുതിയ എണ്ണ കൊണ്ട്, പരിശുദ്ധാത്മാവെന്ന പുതപ്പ് ഇന്ന് പകൽ നമ്മുടെ മേൽ കൊണ്ട് അതിന്റെ ലോകത്തെ കർത്താവ് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. അത് കൊതിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. വ്യത്യാസം മനസ്സിലാക്ക്. അതുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പൊ ഏലിയാവിനോട് ആവശ്യപ്പെട്ടത് നിന്റെ ആത്മാവിന്റെ കുറച്ച് ഒറ്റ ഭാഗം കൂടെ പറയുമ്പോൾ ക്ലിയർ ആകും. അത് മോശയുടെ ആത്മാവെടുത്ത് 70 മൂപ്പന്മാർക്ക് കൊടുത്തെന്നല്ല, മോശയുടെ മേലുള്ള ആത്മാവിനെ പകർന്ന. കേട്ടോ വ്യത്യാസം? മോശയുടെ മേലുള്ള, അവന്റെ മേലുള്ള ആത്മാവിനെ എടുത്ത് അത് യഥാർത്ഥത്തിൽ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിന്റെ കൈമാറ്റമാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? മോശ പറഞ്ഞു, തമ്പുരാനെ, എനിക്ക് ഒറ്റയ്ക്ക് ഈ ഭാരമെല്ലാം വഹിക്കാൻ കഴിയത്തില്ല. സ്വർഗം പറഞ്ഞു, ഭാരപ്പെടണ്ട, നിന്റെ മേലുള്ള, കാര്യം നിന്റെ മേൽ ഞാനൊരു ആത്മാവിനെ ഇട്ടിട്ടുണ്ട്, നിന്റെ മേൽ ഞാനൊരു അഭിഷേകത്തെ ഇട്ടിട്ടുണ്ട്. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അതേ പെയിൻ, നിന്റെ അതേ പെയിൻ ബാക്കിയുള്ളവർക്ക് കൂടെ കിട്ടത്തക്ക രീതിയിൽ ആ സ്പിരിറ്റിനെ എടുത്ത് ഞാൻ അവിടെ പകരാമെന്നാണ് പറയുന്നത്. അതും ഇതും തമ്മിൽ ബന്ധമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എലീശ ചോദിച്ചത് നിന്റെ മേലുള്ള ആത്മാവിനെയല്ല, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ. ഹല്ലേലൂയ. അപ്പൊ അതിന്റെ ആത്മീക പൊരുളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്തോത്രം. ഇത്രയും നാൾ ഞാൻ നിന്റെ കൂടെ നടന്നു. ഞാൻ അങ്ങയുടെ കൂടെ നടക്കുമ്പോ ഞാൻ അങ്ങിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു ബ്ലെസ്സിംഗ് ഉണ്ട്, അങ്ങിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു അനുഗ്രഹമുണ്ട്. സ്തോത്രം. അത് എനിക്ക് പ്രാപിക്കാൻ പറ്റും. കാര്യം അങ്ങക്ക് ഒറ്റ മോനേ ഉള്ളൂ, രണ്ടാമതൊരു മോൻ ഇല്ല. ഒന്നാമത്തത് രണ്ടാമത്തത് എല്ലാം ഞാനാ, ഫസ്റ്റ് ബോണാ ഞാൻ. സ്തോത്രം. അതുകൊണ്ട് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുക, ആ പദവിയിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുക, എനിക്ക് ഇരട്ടി പങ്കിന്റെ അവകാശം വേണം. ഹല്ലേലൂയ. അപ്പോൾ ഏലിയാവിന്റെ ആത്മാവിനെ ഡബിൾ ആക്കി കൊടുത്തതല്ല. സ്തോത്രം. അത് എലീശ ആ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ചോദിച്ച ചോദ്യമാണെങ്കിൽ പോലും അതിന്റെ ആത്മീയ ആധികാരികത എന്ന് പറയുന്നത് ഒരു ശുശ്രൂഷയുടെ, ഒരു അധികാരത്തിന്റെ, ഒരു കൈമാറ്റത്തിന് വേണ്ടി ഈ മനുഷ്യൻ കൊതിച്ചെന്നുള്ളതാ. കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. ശ്രദ്ധിച്ചേ, 12 കാളയുടെ ഉടമയായിരുന്നു ഈ മനുഷ്യൻ. 12 കാളയുടെ ഉടമ. ഒരുപാട് ജോലിക്കാരും കൃഷിഭൂമിയും വരുമാന മാർഗവും ഒക്കെ വിട്ട് ഈ പ്രവാചകന്റെ പിന്നാലെ അനുഗമിക്കുമ്പോൾ കേൾക്കണേ, സ്തോത്രം, അവൻ താൻ വിട്ട എത്ര കാളയാ? 12. അർത്ഥാൽ 24. ഒരേ 2 കാള, 24 കാളയെ വിട്ട് താൻ പ്രവാചകനെ അനുഗമിക്കുമ്പോൾ അതിന്
പകരമായി തന്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന സ്വപ്നം കേൾക്കുന്നുണ്ടോ? ഒരു 48 കാളയെ തരണമെന്നല്ല, 72 കാളയെ തരണമെന്നല്ല, വിട്ടതെല്ലാം 100 മടങ്ങ് തരുമെന്ന് പുസ്തകത്തിനകത്തുണ്ടല്ലോ. എന്നാ പിന്നെ വിട്ടതിന്റെ 12ന്റെ 100 മടങ്ങ് എത്ര? അത്രയും തരണമെന്നല്ല ഏലിശ ചോദിക്കുന്നത്. ഞാൻ വിട്ട 24 കാളയ്ക്ക് പകരം എനിക്കൊരു ആത്മപകർച്ച വേണം. എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? പലതും വിട്ടിറങ്ങിയ ദൈവമക്കളാണ് ഇതിനകത്തിരിക്കുന്നേ. നമ്മളൊക്കെ വമ്പൻ സാക്ഷികൾ പറയൂ, ഞാൻ ഒന്നുമില്ലാത്തവനായി ഇറങ്ങി തിരിച്ചതാ. ഇപ്പം ദൈവം എനിക്ക് മാന്യമായ ഭവനം തന്നു, ദൈവം എനിക്ക് മാന്യമായ നന്മ തന്നു, ദൈവം എനിക്ക് മാന്യമായ വാഹനം തന്നു. നല്ല സാക്ഷ്യമാ, സാക്ഷ്യത്തിന് തെറ്റില്ല. പക്ഷെ ആ സാക്ഷ്യത്തിന് പ്രശ്നമുണ്ട്. 24 കാളയെ വിട്ടവന് 48 കാളയെ ദൈവം കൊടുത്തെന്നൊരു ബന്ധമായി പോവും. എന്റെ കൂടെ വന്നില്ല, രക്തത്താൽ ജയമെടുക്കുകയാ. പക്ഷെ കൂടെ നടന്ന 10 വർഷം കൂടെ നടന്ന ഏലിശയ്ക്ക് മനസ്സിലായി 24, 48, 72 അവൻ 108 കാളയെക്കാളും വലിയത് യേശുവിന്റെ നാമത്തില് ആ മനുഷ്യന്റെ കൂടെ യാത്ര ചെയ്തപ്പോൾ ഏലിശയ്ക്ക് മനസ്സിലായി അതിനേക്കാളും എല്ലാം വലിയത് പകരം വെക്കാനില്ലാത്ത ഒരു ആത്മപകർച്ചയാണെന്ന്, ഒരു ആത്മനിയോഗമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവൻ പറഞ്ഞത്, ഞാൻ വിട്ട 24 കാളയ്ക്ക് പകരം. കരമുയർത്തി ഒരാമേൻ പറ, ഒരാമേൻ പറ. രക്തത്താൽ ജയമെടുക്കുകയാണ്. ഇന്ന് പകൽ എത്ര ദൈവമക്കൾ പറയൂ, പള്ളി വിട്ട്, പട്ടം വിട്ട്, പാരമ്പര്യം വിട്ട് ഇറങ്ങി തിരിച്ച ദൈവമക്കളോട് ഞാൻ പറയുന്നു, ഞാൻ വിട്ടതിന് പകരമായി ഒരു വീട് തന്ന് നിർത്തിയാ പോരാ, ഒരു കാറ് തന്ന് നിർത്തിയാ പോരാ, കുറെ മക്കളും കുറെ നന്മകളും തന്ന് നിർത്തിയാ പോരാ. ഞാൻ വിട്ടതിന് പകരമായി ഈ തലമുറയിൽ നിൽക്കുവാനുള്ള ഒരു അഭിഷേകത്തിന്റെ പകർച്ച എനിക്ക് വേണമെന്ന് കൊതിക്കുന്നവർ ബൈബിളെല്ലാം അടച്ച് ഇരിക്കുന്ന ഇരിപ്പിടത്തു നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് അടജനം വൈരകടകസിയാന അത് കൊതിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ ആത്മനിറവില് ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. മനസ്സിലായവരുണ്ടോ? ഞാൻ നിനക്ക് എന്ത് പറ, ഞാൻ നിനക്ക് എന്ത് വിട്ട 24 കാളയ്ക്ക് പകരം 48 കാള വേണമെന്ന് പറഞ്ഞാലും ഒരു പക്ഷേ അതവിടെ സംഭവിക്കും. പക്ഷെ ഏലിശ പറഞ്ഞു, ഞാൻ വിട്ടതിന് പകരമായി എനിക്ക് വേണ്ടിയത് ഈ തലമുറയിലെ ഒരഭിഷേകമാണ്. ജീസസിനെ അങ്ങനെ കൊതിക്കുന്ന എത്ര പേരകത്തുണ്ട്? അങ്ങനെ കരയാൻ എത്ര പേരകത്തുണ്ട്? അങ്ങനെ വിലവിളിക്കാൻ എത്ര പേരകത്തുണ്ട്? Holy Jesus name. 2 പിന്നെ അവർ എഴുന്നേറ്റ് ഏലിയാവിന് പിന്നാലെ ചെന്നു. അവന് ശുശ്രൂഷകനായി തീർന്നു. കേൾക്കണം, അവന് ശുശ്രൂഷകനായി തീർന്നു. ആർക്ക് ശുശ്രൂഷകനായി? സഭയില്ലാത്തോണ്ട് ആർക്ക് ശുശ്രൂഷകനായി? ഏലിയാവിന്. ആര്? മുതലാളി ചാക്കൻ, രാജാധികാരൻ. എന്തായിരുന്നു? എന്തോ ശുശ്രൂഷ, എന്തോ ശുശ്രൂഷ, ഒഴിക്കണ്ട, എന്തോ ശുശ്രൂഷ കേട്ടില്ല. വെള്ളം ഒഴിച്ചു കൊടുക്കുക. 10 വർഷമായിട്ട് എന്തോ 10 വർഷമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക, 10 വർഷമായിട്ട് സേവിക്കുക. സ്തോത്രം. ഏലിയാവ് ചോദിച്ചു എന്തോ വേണമെന്ന്. ഏലിശ പറയുകയാണ്, 10 വർഷമായി അങ്ങേ സേവിച്ചതിന് പകരം, അങ്ങയുടെ കയ്യിൽ വെള്ളം ഒഴിച്ചു തന്നതിന് പകരം വെള്ളത്തെ രണ്ടാക്കുന്ന ഒരു ആത്മശക്തി, വെള്ളത്തെ രണ്ടാക്കി മാറ്റുന്ന ഒരു ആത്മാഭിഷേകം, ഒരു പുതിയ എണ്ണയുടെ പകർച്ച എനിക്ക് വേണമപ്പോ. ജീസസിനെ, ജീസസിനെ. ദൂത് മനസ്സിലായോ? ദൂത് മനസ്സിലായോ? 3 ലാസ്റ്റ് ആൻഡ് ഫൈനൽ.
3 ഗിൽഗാൽ നിന്ന് പുറപ്പെട്ടു. ബേഥേലിൽ പോകാൻ നേരം ഏലിയ പറഞ്ഞു, വരണ്ട ബ്രദർ, എന്ത് ചെയ്യണ്ട, വരണ്ട. ദൈവം എന്നെ പറ ബേഥേലിലേക്ക് അയച്ചിരിക്കുക. അതിനർത്ഥം എന്താ? നിന്നെ അയച്ചിട്ടില്ല, എന്റെ കൂടെ വന്ന് നിന്നെ അയച്ചിട്ടില്ല, എന്നെ അയച്ചേക്കുക. അതുകൊണ്ട് നീ എന്ത് ചെയ്യണ്ട, വരണ്ട. സ്തോത്രം. എലീശ എന്താ പറഞ്ഞത്? ഞാൻ വരും. ഓക്കെ, പോയി ബേഥേലിൽ ചെന്നു. ഏലിയ പറഞ്ഞു, ചുമ്മാതെ വലിഞ്ഞു എറിഞ്ഞു വരിക, ഇവിടെ കാണിയിരിക്കും. ദൈവം എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുക, എന്നെ അയച്ചിരിക്കുക, നിന്നെ അയച്ചിട്ടില്ല. ഇവിടെ നിൽക്കുക. പുള്ളി പറഞ്ഞു, ഇല്ല, ഞാൻ വരും. യെരിഹോവിൽ ചെന്നു, ഇതേ കാര്യം പറഞ്ഞു, വരും. യോർദാനിൽ ചെന്നു, ഇതേ കാര്യം പറഞ്ഞു, വരും. എന്റെ കൂടെ വന്നേ. ഞാൻ ചോദിച്ചു, എടാ യേശുവേ, അല്പമെങ്കിലും എന്തോ മലയാളത്തിൽ പറയുന്നത് അല്പമെങ്കിലും നാളുണ്ടെങ്കിൽ നീ ഇങ്ങനെ നടക്കൂ. എനിക്കൊരു കാര്യം മനസ്സിലാക്കട്ടു. സ്തോത്രം. ഈഗോ ഉള്ള ഒരാൾ, എന്തോ ഈഗോ ഉള്ളവർ മാത്രം സ്തോത്രം പറയാം. ഈഗോ ഉള്ള ഒരാളും ചോദിച്ചാൽ പറയാൻ കാര്യമുണ്ട്. പാസ്റ്റർ പറഞ്ഞു വരണ്ട, ഞാൻ വരണോന്ന് ചിന്തിച്ചാൽ ഇറങ്ങിയത്. പക്ഷെ ദൈവദാസൻ പറഞ്ഞു, നിയോഗം ഇല്ല, അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, വരണ്ടെന്ന്. പറയാമോ കേട്ടോണേ? ഞാൻ ചോദിച്ചു, യേശുവേ, നീ എന്തിനാ ഇങ്ങനെ പോയേ? യേശു പറയാ, എന്റെ അപ്പന്റെ നിയോഗം എന്റെ നിയോഗം. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. എന്റെ അപ്പന് കിട്ടിയ നിയോഗം എന്റെ നിയോഗമാണ്. അങ്ങനെ നിയോഗം ഏറ്റെടുക്കുമ്പോൾ അതിനകത്ത് ഈഗോ പ്രോബ്ലമില്ല, വലിപ്പ ചെറുപ്പമില്ല. ഇന്നലെ പകരം ആത്മാവിൽ പറയുന്നു, നിയോഗം ഏറ്റെടുത്ത ഒരു പോഷനെ പോലെ. 21 ദിവസത്തെ ഒരു നിയോഗമാണ്. ഈ നിയോഗം ഏറ്റെടുത്തൊരു പോഷനെ പോലെ, ഈ നിയോഗം ഏറ്റെടുത്തൊരു പോഷനെ പോലെ, അഭിഷക്തനെ അന്തരാത്മാവിൽ ദൈവം കൊടുത്ത നിയോഗം ഏറ്റെടുത്തൊരു പോഷനെ പോലെ ഇന്ന് പകൽ നീ ഇവിടെ കടന്നു വന്നിരിക്കുന്നെങ്കിൽ പറ, അതിന് പകരമായി എനിക്ക് വേണ്ടിയത് ഒരു അഭിഷേകമാണ്, ഒരു ആത്മശക്തിയാണ്, ഒരു കൃപാവരമാണ്, ഒരു ശുശ്രൂഷയാണ്, ഒരു വെളിപ്പാടാണ്. എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് പ്രാർത്ഥിക്കും? ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായോ? ദൂത് മനസ്സിലായോ പ്രിയരെ? ദൂത് മനസ്സിലായോ? കൊടുത്ത വിലയ്ക്കും എടുത്ത റിസ്കിനും പകരമായി ഈ 21 ഒറ്റ കാര്യമേ ചോദിക്കാവൂ, പുതിയ എണ്ണ. പകരമായി പുതിയ എണ്ണ. ജീസസ് നെയിം. മറ്റൊന്നും നീ ചോദിക്കണ്ട. കാര്യമെന്താ? ഇതിന് പകരമല്ല കാള, ഇതിന് പകരമല്ല മറ്റൊന്നും. ഇതിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല.